ഓക്കെ, അപ്പോ വളരെ നല്ലൊരു സെഷനാണ്. ഇതിന്റെ ചോദ്യോത്തര വേളയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഞാന് മനോജ് ഡോക്ടറെ അദ്ദേഹത്തിന്റെ ചോദ്യം ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുന്നതിനോ ഉള്ള സമയം കൊടുക്കുന്നു. നമസ്കാരം സാർ, എന്റെ പേര് ഡോക്ടർ മനോജ്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. ജോലി ചടയങ്ങൾക്കാണ്. സുപ്രഭാതനായ വയനാട് സാറിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തെ മാനെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് സാറേ. കാരണം എന്റെ പിതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റിസർച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അങ്ങയുടെ പിതാവ് വയലാർ രാമവർമ്മ സാറോട് സുഖമില്ല കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് വയലാർ സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞു എനിക്കൊന്ന് ഡോക്ടർ KN പൈ സാർ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തായാലും അങ്ങയെ കുറിച്ച് സന്തോഷം ഒരിക്കലും ഓർമ്മിക്കാനുള്ളത്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് നമ്മൾ മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയേണ്ടി വരും സാർ. അത് തന്നെയാണ് ഇന്നത്തെ കാലത്തിന് ഏറ്റവും പ്രധാന കാര്യം തോന്നുന്നു. പിന്നെ അങ്ങ് പറഞ്ഞ വളരെ രസകരമായി എനിക്ക് തോന്നിയത് ഈ വിരലിന്റെ കണ്ടീഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞപ്പോൾ ഈ മനസ്സ് മാത്രം മോഹങ്ങൾ മരവിച്ചു, മോതിരൊക്കെ മരവിച്ചു, മനസ്സ് മാത്രം മരടിച്ചില്ല. എനിക്ക് ഹോമിയോപ്പതി തത്വശാസ്ത്രം തന്നെയാണ്. ഹോമിയോപ്പതി എപ്പോഴും മനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തായാലും അങ്ങ് ഇതിൽ വന്നതിലും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷെ പ്രശ്നം സാർ ഇതാണ്, അറിയുന്നില്ല ഭഗവാൻ അറിയുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഭഗവാന്മാരുടെ ജനങ്ങൾ ഹോമിയോപ്പതിയെ കുറിച്ച് അറിയുന്നില്ല. അങ്ങേ പോലെ കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും അതിൽ ഒരു പങ്ക് വയ്ക്കാൻ കഴിയും. അത് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാർ. നന്ദി, നമസ്കാരം. സന്തോഷം, ആയിക്കോട്ടെ. ധനേഷ് ഡോക്ടർ വന്നോ? ധനേഷ് ഡോക്ടർ വന്നുണ്ടോ? അതെ, ഞാൻ എത്തിയിട്ടുണ്ട്. കേൾക്കാവോ? കുഴപ്പമില്ല. പ്രൊസീഡ് ചെയ്തോളൂ. ഇനിയിപ്പം ഫൈസലിന് സംസാരിക്കാം. താങ്ക് യു സാറേ. അപ്പം എനിക്ക് പ്രധാനമായിട്ട് ഞാൻ സാറിന്റെ മുത്തശ്ശിയുടെ അനുഭവം മുതൽ അങ്ങയുടെ അനുഭവം ഒക്കെ കേട്ട് സാറേ, ഇവിടെ ഇപ്പം തെരുവുകളിൽ, പൊതുമണ്ഡലത്തിൽ, എല്ലായിടങ്ങളിലും സാധാരണക്കാർ വീർപ്പ് മുട്ടി അലയുകയാണ്. എങ്ങനെ അറിയാം സാറൊക്കെ ഇവിടെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു കാര്യം, വളരെ നിസ്സാരമായി ഈ കെട്ടകാലത്തെ മോചിപ്പിക്കാൻ ഹോമിയോപ്പതിയുടെ കയ്യിൽ ശക്തമായ ആയുധമുണ്ട് എന്ന് അങ്ങ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഈ IFPH എന്ന പ്ലാറ്റ്ഫോറത്തിലുള്ള എല്ലാവർക്കും ഒരു പുതിയ ഒരു ഉണർവിന്റെ അനുഭവമാണ് അങ്ങ് തന്നിരിക്കുന്നത്. സാറേ, അങ്ങോട്ട് ചോദിക്കാനുള്ളത്, സർക്കാരിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ എങ്ങനെ നമുക്കൊരു ഇതൊന്ന് ബോധ്യപ്പെടുത്തി എടുത്തിട്ട് നിലവിലുള്ള എല്ലാ ഈ ചരട് ബന്ധങ്ങളിൽ നിന്നൊക്കെ അതീതമായിട്ട് സാധാരണക്കാരിലേക്ക് ഈ ഒരു അറിവും അല്ലെങ്കിൽ അധികാരികൾക്ക് ഈ ഒരു അറിവും എത്തിച്ച് നമ്മുടെ സാഹിത്യ സാംസ്കാരിക നഭമണ്ഡലത്തിലൂടെയോ മറ്റെവിടെ എങ്ങനെയാ സാർ നമുക്കൊരു ഇടപെടലിലൂടെ ഈ ഹോമിയോപ്പതിയെ ഈ പറയുന്ന കോവിഡ് കാലത്തിൽ നിന്ന് ഈ പറയുന്ന അലോപ്പതിക് അല്ലെ മറ്റുള്ള എല്ലാ ജനങ്ങളാണ് സാർ, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഇന്നലെ വന്ന പിന്നെ MN വിജയൻ സാറിന്റെ മകനായിരുന്നല്ലോ വന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾ MN വിജയൻ സാറിനെ ഓർത്തുകൊണ്ട് സാറ് അവസാന ശ്വാസം വലിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വേർഡ് ഇതായിരുന്നു, ഭാഷയിലാണ് രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലാണ് ഭാഷ, ഭാഷ കേൾക്കാതെ ഒന്നും നടക്കില്ല, ഭാഷയിലാണ് വിമോചനം എന്ന് പറഞ്ഞത് ബർണാഡ് ഷാണെന്നും പറഞ്ഞാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. ഭാഷ, അങ്ങയുടെ കയ്യിലാണ് ഭാഷയുള്ളത്. ഭാഷാ സമൂഹത്തിൽ ഒത്തുകൂടി ഉറക്കെ പറയുമ്പോൾ മാത്രമാണ് ഇത്തരം കടുത്ത ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മനുഷ്യ മോചിപ്പിക്കാൻ പറ്റൂ. സാർ, എന്റെ ഏറ്റവും ചുരുക്ക ചോദ്യം അങ്ങയോട് ചോദിക്കുകയാണ്, എങ്ങനെ ഈ വറുതിയിൽ നിന്ന് ഈ ഒരു ഹോമിയോ എന്ന മഹാ അത്ഭുതത്തിലൂടെ നമുക്ക് എങ്ങനെ സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് ഉറക്കെ പറയാം സാർ? നമുക്ക് വളരെ നല്ലൊരു ചോദ്യമാണ്. പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റുന്നതല്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന ഏറ്റവും വലിയ കാര്യം, ആദ്യം നന്നാകേണ്ടത് ജനമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഈ വലിയ ലോകം നന്നാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറയാം, സ്വയം നന്നാവുക. അപ്പൊ സ്വയം തിരിച്ചറിയുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹോമിയോയുടെ ഈ ഒരു കാര്യം എനിക്ക് പലരോടും പറയാൻ പേടിയാണ്. കാര്യം, പറയുന്ന രീതിയിൽ മരുന്ന് കഴിക്കില്ല. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ഒരു ലാഘവമുണ്ട്. എത്ര മരുന്ന് കഴിക്കാം, പിന്നെ 3 ആഹാരം കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കയ്യിൽ മുഴുവൻ ഒരു നേദ്യം പോലെ ഇത് മേടിച്ചിട്ട് 15 ഗുളിക കഴിച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇറക്കാൻ അറിയാത്തതുകൊണ്ട് കഴുത്ത് നിന്ന് ഏരയാക്കി അതിനെ ഇറക്കി വിടുന്ന ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതെടുത്ത് കഴിക്കുമ്പോൾ, ഇതെടുത്ത് കൊടുക്കുമ്പോൾ ഇത് മാറണം, ഈ അസുഖം മാറണം. ഒരു ഹോമിയോയുടെ പൊതി പൊട്ടിക്കുമ്പോൾ അതെടുത്തിങ്ങനെ നാക്കിലേക്ക് വയ്ക്കുമ്പോൾ ഇത് മാറാനാണ്.
എന്ന് സ്വയം തോന്നണം. ഇത് അതൊന്നും തോന്നൂല. അങ്ങനത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതിനെ ചൂഷണം ചെയ്യുക. എനിക്ക് എന്നെ തിരിച്ചറിയാൻ വയ്യെങ്കിൽ പിന്നെ ആരാണ് എന്നെ തിരിച്ചറിയുക? അങ്ങനെ ഇല്ലല്ലോ. എല്ലാവർക്കും ഒരേ അസുഖമാണ്. ചെന്നിട്ട് എന്തോ പറഞ്ഞോളൂ. എന്തോ പറയാമെന്നല്ല. സർ, അത് അറിഞ്ഞവരുടെ കാര്യം. സർ, അത് അറിഞ്ഞവരുടെ കാര്യം. ഞാൻ വിചാരിക്കുന്നു ബഹുഭൂരിഭാഗം സിംഹഭാഗം ഞാനൊക്കെ അറിഞ്ഞത് കോവിഡ് വന്നപ്പോഴാണ് എന്താണ് ഈ മഹാരഹസ്യം എന്നുള്ളത്. സർ, നമുക്ക് എങ്ങനെ ഈ ബഹുഭൂരിഭാഗം സമൂഹത്തെ അറിയിക്കാൻ പറ്റും? അങ്ങൊക്കെ ഇതിന്റെ ഒരു സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക വിഭാഗമാണ്. എങ്ങനെ നമുക്ക് ഈ സാമൂഹ്യ സാംസ്കാരിക വിഭാഗത്തെ കോർത്തിണക്കി ഒരുപക്ഷെ നമുക്ക് അതിന്റെ പ്രായോഗിക രൂപത്തിൽ എങ്ങനെ നമുക്ക് ഉറക്കെ പറയാം? ഇതാണ് സാർ. IFPH നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പൊ വ്യാപിച്ചിരിക്കുന്ന വലിയൊരു കറുത്തവാവുണ്ട്. ആ കറുത്തവാവിനെ ഒരു ദിവസം കൊണ്ട് വെളുത്തവാക്കാൻ നമുക്ക് പറ്റില്ല. അത് ക്രമേണ മാത്രമേ പറ്റൂ. അത് നമ്മൾ തന്നെ. പക്ഷേ ഇത്രയും ഡോക്ടേഴ്സ് ഒന്നും ഇല്ല. എവിടെയെങ്കിലും പോയാൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താൻ. അപ്പൊ എനിക്കറിയാം, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ തൊട്ടടുത്ത ഒരാള്, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഷുഗർ കൂടിയിട്ട് കണ്ണിലേക്കുള്ള ഞരമ്പ് ബ്ലോക്കായിട്ട് ഞാൻ ഈ ഡോക്ടറെ അടുത്ത് പോയി ഇത് കൊടുത്തു. ഇദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു വരുന്നു. പക്ഷെ നാട്ടിലുള്ള ഇതേപോലുള്ള ഈ നമ്മൾ മൂരാച്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇതിനോടൊന്നും വിശ്വാസമില്ലാത്തവര് ഈ ഒന്നും കഴിക്കില്ല, അതൊക്കെ വെറും ചെറിയ തരിയല്ല, ഇതുകൊണ്ടൊന്നും നിന്റെ അസുഖം മാറില്ല, പുള്ളി നിർത്തി. അതേ അവസ്ഥ നിൽക്കുകയാണ്. പക്ഷെ അതേപോലെ തന്നെ 8-7 വയസ്സുള്ള ഒരു കുഞ്ഞിലേക്ക് വിദ്യാരംഭത്തിന് ഞാൻ എഴുതിക്കാൻ വന്നപ്പം ബാ എന്ന് മാത്രം ഒച്ച പറഞ്ഞൊരു കുഞ്ഞ് ഇപ്പൊ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഓട്ടിസമായിരുന്നു. അത് മാറിയെന്ന എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റും? അതിന് എനിക്കും ഇല്ല ഒരു പരിമിതി. മാത്രമല്ല തടസ്സപ്പെടുത്താൻ എത്രയോ പേരുണ്ടാകും. അത് വലിയൊരു കാര്യമാണിത്. ഇപ്പൊ ആൽസാർബ് എന്നുള്ള മരുന്ന് പഞ്ചായത്ത് വഴി കൊടുത്തപ്പോൾ ഇത് കഴിച്ചവർക്ക് ആർക്കും ഈ സാധനം വന്നില്ല എന്ന് ഇവർക്ക് ബോധ്യമില്ല, കഴിച്ചവർക്ക് ബോധ്യമില്ല. അവരും നടക്കുന്ന വാക്സിനേഷന് പുറകെ. വാക്സിനേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് മാറൂ എന്നുള്ള. ഞാൻ വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അവരുടെ ധാരണ ഈ വാക്സിൻ എടുത്തെങ്കിൽ മാത്രമേ. ഇപ്പൊ ശബരിമലയെ തൊഴാൻ പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ കാണുന്നതല്ല പ്രശ്നം. അത് കഴിഞ്ഞ് അപ്പവും അരവണയും കിട്ടിയില്ലെങ്കിൽ അനുഗ്രഹം പൂർണ്ണമാവില്ല എന്ന് വിചാരിക്കുന്ന ഭക്തന്മാരുടെ ലോകമാണ്. അവരോട് നമ്മൾ എങ്ങനെ പറഞ്ഞു മാറ്റും അയ്യപ്പൻ അതല്ല? ഈ ഒരു ദുരന്തം മുമ്പിലുണ്ട്. അതുപോലെ ഇപ്പൊ സ്വന്തം എന്തുകൊണ്ട് നീ ഒരു മണിക്കൂറിൽ 3 വട്ടം മൂത്രമൊഴിക്കുന്നു? ഇതൊരു വിഷയമല്ല ആൾക്കാർക്ക്. പക്ഷെ അതിന് പകരം പോയി മരുന്ന് കഴിച്ചിട്ട് ലിവറിനെ മറ്റേതിനൊക്കെ ബാധിച്ച് അവസാനം കിഡ്നിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക അല്ലെങ്കിൽ എത്തിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടെങ്കിൽ ഈ വാക്സിനേഷൻ വരെ ഒരു കച്ചവടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് എടുത്തില്ലെങ്കിൽ നാളെ പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ പുറത്ത് പോയി വർത്തമാനം പറയണം. ഇപ്പൊ ദുബായിലും വരേണ്ടി വരും. അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വാക്സിൻ എടുക്കണം എന്നുള്ള നിർബന്ധം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാത്തത്. ഇത് പലയിടത്തും ഗ്ലൂക്കോസ് ആണ്, വെള്ളമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാര് സ്ഥാപിക്കും? ഇതാരോട് പറയും? എല്ലാം പെട്ടെന്ന് മാറണം, എല്ലാം പെട്ടെന്ന് കിട്ടണം. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ കോടിപതിയാകണമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനുണ്ട്. പെട്ടെന്ന് സമ്പന്നനാകണം, പെട്ടെന്ന് ടാറ്റയെ പോലെ ആണെന്ന് പറയുന്നവരോട് നമ്മൾ ഈ സാധാരണ ഒരാഴ്ച കാത്തിരിക്കുന്ന എങ്ങനെ നമ്മൾ പറയും? സർ, ഞാനൊരു അറ്റംപ്റ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സർ, ഇന്നലെ ഞാൻ നമ്മുടെ നടൻ ശ്രീനിവാസൻ, തിരക്കഥ ശ്രീനിവാസന്റെ ഒരു വീഡിയോ ശകലം ഞാൻ കണ്ടു. അദ്ദേഹം കുറെ തിരിച്ചറിവുകൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് തന്നെ നമ്മുടെ നടി സുരഭി, MIT ഫെയിം നടി സുരഭി ഹോമിയോപ്പതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പം പൊതുമണ്ഡലത്തിൽ അങ്ങേപോലെ മുൻനിരയിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസുകൾ ഇത്തരം സത്യങ്ങൾ ഉറക്കെ പറയാൻ തുടങ്ങിയാൽ, അങ്ങ് ആശയവിനിമയം നടത്തുന്ന അത്തരം പൊതുമണ്ഡലത്തിലുള്ള സെലിബ്രിറ്റികൾക്ക് വിനിമയം പറഞ്ഞു തുടങ്ങിയാൽ, സോഷ്യൽ നെറ്റ്വർക്കിലൂടെയും മറ്റും പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഇതൊരു വലിയ സംഭവം, ഒരു മൂവ്മെന്റ് ആയിട്ട് വളർന്നു വരാൻ സാധ്യതയില്ലേ സാർ? ആ തരത്തിലൊരു പ്രായോഗികമായ സാധ്യത. അതിന് ചെറിയ മറുപടി ഞാൻ പറയട്ടെ. ആസ്മയ്ക്ക് മരുന്ന് കഴിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞ കേട്ട അനുഭവം. ഞാൻ ഹോമിയോ ഡോക്ടറൊന്നുമല്ല. ഇത് 2 രീതി വരാം. ഒന്നുകിൽ ഒരു അസുഖം മരുന്ന് കൊടുത്താൽ കുറയും, അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യും. ഇത് തിരിച്ചറിയണം. ഇത് അഗ്രവേറ്റ് ചെയ്തോ കുറഞ്ഞോ എന്ന് പറയാനുള്ള ഒരു ബാധ്യത രോഗിക്കുണ്ട്. ഈ അഗ്രവേറ്റ് ചെയ്യുമ്പം ഇതങ്ങ് നിർത്തും, ഇതിന് നേരെ ആശുപത്രിയിൽ. അത് പറയാൻ നിൽക്കത്തില്ല, മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല.
എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ 18 ദിവസം എനിക്ക് മൈഗ്രെയിൻ വന്നിട്ട് എനിക്ക് 6-ാം ദിവസം എനിക്ക് അമ്മയെ പോലും ഇരുട്ടത്ത് പോലും, വെളിച്ചം കാണാൻ പാടില്ലാത്തതാണ് മൈഗ്രെയിൻ, ഇരുട്ടത്ത് പോലും കണ്ണ് തുറക്കാണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചു, ഇത് എന്നെ പഠിപ്പിച്ച ഒരു ചികിത്സാ സമ്പ്രദായം മാറിയത്. ഞാൻ ഇപ്പൊ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഷോയ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കോവിഡ് വരണം, കോവിഡ് വന്നിട്ട് എനിക്ക് ഹോമിയോയിലൂടെ മാറ്റണം, അതെന്റെ കൊതിയാണ്. ഡോക്ടർ ഒന്ന് പേടിച്ചു, കാര്യം സെലിബ്രിറ്റി അല്ലേ. വല്ലതും വന്നാൽ വയലാർ ശരചന്ദ്രവർമ്മ മരിച്ചു, കോവിഡ് വന്ന് അദ്ദേഹം ഹോമിയോ ചികിത്സയാണ് നടത്തിയത് എന്ന് പറയാൻ ഏത് ഡോക്ടർക്കും ഒരു ഭീതി ഉണ്ടാവും. അദ്ദേഹത്തിനുണ്ടോയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ആ ഭീതി ഇല്ല എന്ന് എനിക്കും അറിയാം. ആ ഭീതി വേണ്ട, ഞാൻ അത് ചെയ്തു. പക്ഷെ ഇത് എത്ര പേര് തയ്യാറാവും? ദൈവം അത്ഭുതം കാണിക്കാൻ തയ്യാറാണ്. എന്തോ പറയൂ. എനിക്കിപ്പോ ഞങ്ങൾക്ക് വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിപ്പം അങ്ങയുടെ ഈ മൊഴികൾ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാം. അത് ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സാർ ഒരു വലിയൊരു സത്യം കൂടെ ഉണ്ട്. ഇപ്പം ആർസാൽബം എന്ന് പറയുന്ന ഈ ആർസാൽബം എന്ന് പറയുന്ന ഇതിന്റെ എഫക്റ്റീവ്നെസ് 98% മുകളിലാണ്. അതേസമയം മറ്റൊരു മെഡിസിനും 64-65% മേലെയുള്ളൂ. അപ്പൊ ആ ഒരു സത്യം പോലും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ജനങ്ങളുടെ മുമ്പിലേക്ക് ആ വാർത്ത പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് പറയണമെന്നില്ല സാർ. നമ്മളെ പോലെയുള്ള പൊതുസമൂഹം ഏറ്റെടുത്ത് പറയുവാനുള്ള വഴികൾ വെട്ടിത്തെളിക്കാൻ ഉള്ള സാധ്യത, അതിന്റെ പ്രായോഗിക എനിക്കൊന്ന് ധനേഷ് ഡോക്ടറെ തുടർന്നും അങ്ങയുമായിട്ടൊക്കെ ഒരു കോർഡിനേഷൻ നടത്തി കഴിഞ്ഞാൽ അങ്ങയുടെ പരിസരത്തുള്ള സെലിബ്രിറ്റികളെ നമുക്ക് കോർത്തിണക്കി ഒരു സംരംഭം, ഒരു മുന്നേറ്റം സാർ ഒരാഴ്ച മുമ്പിട്ട് സാർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യുവ നേതാവ് ഞങ്ങളുടെ കൂടെ വന്നപ്പോ അദ്ദേഹം പോലും ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കുറെ ജില്ലാ പ്രസിഡന്റുമാരെയും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സംരംഭം മുന്നോട്ട് വെക്കണം. അങ്ങനെ ജനകീയമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രായോഗിക നടപടികൾ എങ്ങനെ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഫൈസൽജിയുടെ വാക്കുകളെല്ലാം സാറിന് മനസ്സിലായി. സാറിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സാർ ചെയ്യാവുന്ന ഏറ്റിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഡോക്ടർ യാഹിയയിലോട്ട് പോവാം. അദ്ദേഹം നമ്മുടെ മീഡിയ സെല്ലിന്റെ ചെയർമാനാണ്. നമസ്കാരം സാർ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കാരണം ഞാന് ഈ ഒന്നര വർഷമായിട്ട് ഈ ഒരു കൂട്ടായ്മയില് ഞങ്ങള് വളരെ അഹോരാത്രം പരിശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വൈകിട്ട് 8:30 മുതൽ ഏതാണ്ട് 10-10:30 വരെയും ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും നല്ലവരായ നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്ന് ഈ വക കാര്യങ്ങൾ ധരിപ്പിക്കുകയും അവരുടെ വാക്കുകൾ ഞങ്ങൾ മറ്റു മാധ്യമങ്ങളിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പൊ ഈ ഒരു ബേസിക് എഡ്യൂക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്റർനാഷണൽ ലെവലിലാണ് ഇത് നടക്കുന്നത്. ഞങ്ങള് ഏതാണ്ട് 1.5 വർഷം എടുത്തു ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയെ ഞങ്ങൾക്കൊന്ന് എത്തിപ്പെടാനായിട്ട്. വളരെയധികം സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററുടെ അടുത്ത് ഞങ്ങൾക്കൊന്ന് എത്തിപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം ഏതാണ്ട് 15,000 ഹോമിയോ ഡോക്ടർമാരുള്ള ഈ കൊച്ചു കേരളത്തില്, ഏതാണ്ട് 5 ഹോമിയോ മെഡിക്കൽ കോളേജുകളുള്ള ഈ കേരളത്തില്, ഏതാണ്ട് 1100ഓളം ഡിസ്പെൻസറികൾ, സർക്കാർ തലത്തിലെ ഡിസ്പെൻസറികൾ ഉള്ള ഈ കേരളത്തില്, 35ഓളം താലൂക്ക് ആശുപത്രികളുള്ള ഈ കേരളത്തില്, കേരളമാണ് ലോകത്തിന്റെ ഹോമിയോപ്പതിയുടെ തലസ്ഥാനം. അപ്പം ഇവിടുന്ന് നമ്മൾ തുടങ്ങേണ്ട ഒരു വിഷയം, ആരൊക്കെയോ മനഃപൂർവം നിങ്ങൾ ഒരു കാരണവശാലും ഇത് തുടങ്ങരുത്, ഇത് തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ ഇത് തുടങ്ങി വെച്ചാൽ ഇത് ഇന്ത്യയിൽ മൊത്തം ഇത് തുടരും, അത് ലോകം മുഴുവൻ അതൊരു വലിയ കാറ്റായി
വീശും എന്നുള്ള ഒരു തിരിച്ചറിവ് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തില് മാത്രം, മറ്റു പല സംസ്ഥാനങ്ങളിലും ഹോമിയോപ്പതി ചികിത്സ ഇന്ന് വളരെ വ്യാപകമായിട്ട് കോവിഡ് ചികിത്സിക്കാൻ അനുമതി കൊടുത്തിട്ടും ഞങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾക്ക് പെർമിഷൻ വാങ്ങി ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും നമ്മളുടെ ജനകീയ സർക്കാർ ഞങ്ങളെ അത് ചികിത്സിക്കുവാനുള്ള ഒരു ഓർഡർ തരികയോ അതിനുവേണ്ടി ഞങ്ങളെ സജ്ജരാക്കുകയോ, ഞങ്ങളുടെ മുഴുവൻ ഹോമിയോ മെഡിക്കൽ കോളേജുകളും ഇന്നും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളായി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നതല്ല പറയുന്നത്, ജനങ്ങളെ ഈ രീതിയിൽ ദ്രോഹിക്കുന്നത്? പാവങ്ങൾ പഞ്ചപാപങ്ങളാണ് ഹോമിയോപ്പതി അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നത്. അവരുടെ ചികിത്സ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഈ കോളേജുകൾ, ഈ ഹോമിയോ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ പിടിച്ചുവെച്ച് അവിടെയൊന്നും ഹോമിയോപ്പതി ചികിത്സകരെ ചികിത്സിക്കാൻ അനുവദിക്കാതെ ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ അവസരത്തിൽ പോലും പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഞങ്ങൾ അഘോരാത്രം വാതോരാതെ സംസാരിച്ചിട്ടും കേൾക്കുന്നത് എത്ര? പക്ഷേ ഒരു തൂലിക ഒന്ന് ചലിച്ചാൽ ഒരു പക്ഷേ 10,000-ങ്ങളല്ല ലക്ഷങ്ങൾ കേൾക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നെക്കാൾ ഉപരി സാറിനുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു. തീർച്ചയായും അത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ലോകത്തോട് വിളിച്ചു പറയാതിരിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു കൂട്ടായിട്ടുള്ള ഒരു ശബ്ദം ഈ ലോകത്തോട് പറയുവാനുള്ള സമയം അതിക്രമിച്ചില്ലേ എന്ന് ഞാൻ വളരെ വിനീതമായി ചോദിക്കുകയാണ്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇത് എൻ്റെ ആഴത്തിലുള്ള സങ്കടത്തിന്റെ ഒരു ഭാവമാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അത് മനസ്സിലായി പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു വളരെ അത് പറഞ്ഞുകൊണ്ടൊരു കഥ പറയട്ടെ. കഥയിലൊരു കാര്യം. അപ്പൊ അനിയത്തി പറഞ്ഞു, എനിക്ക് മരിച്ചുപോയ അനിയത്തി പറഞ്ഞു, എനിക്ക് കോവിഡ് ആണെന്ന് സ്ഥിരീകരിച്ചാൽ എന്നെ ആശുപത്രിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്നെയും കാണില്ല, ഞാൻ നിങ്ങളെയും കാണില്ല. കാരണം കോവിഡ് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു പെട്ടിക്കകത്താക്കി ഈ പോലീസുകാർ വെച്ച മറ്റേ ഇത് മൂടുന്ന പോലെ അങ്ങനെ ഞങ്ങൾ കണ്ടത്. ഇപ്പൊ പിന്നെ ശവം മാറിപ്പോയി എന്നുള്ള പേരിൽ മാത്രമാണ് മുഖത്തിന്റെ മുകളിലുള്ള ആ സിബ് മാറ്റിയിട്ട് ഇത് തന്നെയാണ് ആള് എന്ന് ചോദിച്ചു. അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്ന് മരിക്കുക, നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളുടെ കൂടെ മരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് കോവിഡ് വന്നിട്ട് എന്നെ ആശുപത്രിയിലേക്ക് അയക്കരുത്, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പോയതുകൊണ്ട് അതിൻ്റെ ആ സിബ്, മുഖത്തിന്റെ സിബ് അഴിച്ച് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ ബാക്കി വീട്ടിലുള്ള 14 പേര് ഹോമിയോ മരുന്ന് കഴിച്ചു. ഹോമിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോം കമ്മിങ് ആണ്. ഹോം കമ്മിങ് എന്നൊരു വലിയ സുഖമുണ്ടല്ലോ, വീട്ടിലേക്ക് തിരിച്ചു വരിക, വീട്ടിൽ വരാണ്ട് പുറത്തേക്ക് പോവുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അറിയാണ്ടൊരു അസുഖം വന്നപ്പോൾ പിന്നെ വീട്ടിലേ വരാൻ പറ്റാണ്ട് പോവുക എന്ന് പറയുന്ന ആ അവസ്ഥയെ മാറ്റിയിട്ട് ബാക്കി ജീവിച്ചിരുന്ന ഒരു കോവിഡ് വന്നിട്ടും ഹോമിയോ മരുന്ന് കഴിച്ചപ്പം ഹോം കമ്മിങ് ആയി എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. എല്ലാ പിന്നെ ചികിത്സാ സമ്പ്രദായത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയും. കാര്യം പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അതിനൊക്കെ ചിലപ്പോൾ ആസ്വദിക്കും. അതുകൊണ്ട് അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ശാശ്വതമായി എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഹോമിയോ ഡോക്ടർക്ക് എന്നെ അറിയാം എന്ന് പറയുന്നൊരു സുഖമുണ്ടല്ലോ. വക്കീലിനോടും ഡോക്ടറിനോടും കള്ളം പറയരുത് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ശീലം തന്നെ അത് തന്നെയല്ലേ. കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല, നീ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്ന തത്വം നമുക്ക് വേണം. അതുകൊണ്ട് ഹോമിയോ ഹോം കമ്മിങ് ആണ് എനിക്ക് കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയുന്നു. ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. പക്ഷെ സമ്മതിക്കുമോ എന്നുള്ളതാണ് വിഷയം. കാര്യം വലിയ കാർമേഘങ്ങൾ മുകളിൽ നിൽക്കുകയാണ്, സൂര്യനെ വരെ മറയ്ക്കാൻ കാർമേഘത്തിന്. താൽക്കാലികമാണെങ്കിലും ഒരു സമയം കഴിയുന്നവരെ അത് മതി. ഇപ്പൊ ഒരു വാക്സിൻ ലാഭമാണ് മനസ്സിലുള്ളത്. ആ കാർമേഘം ഓടിക്കോട്ടെ, സൂര്യൻ പിന്നെ തെളിഞ്ഞോട്ടെ. ഇപ്പം ആ ലാഭമാണ് കൊതിക്കുന്നതെങ്കിൽ നമുക്ക് ഉത്തരവില്ല. ഞാൻ അന്ന് ഇത് തുടങ്ങിയപ്പോഴേ എന്നെ ചീത്ത പറയുന്നത്, കൊറോണ എന്നുള്ള വാക്ക് കോർപ്പറേറ്റ്സ് ഓൺ എയർ
കാര്യം വായുവിൽ കൂടി ആയിരുന്നല്ലോ ഈ സാധനം പരത്തിയത്. കോർപ്പറേറ്റ്സ് ഓൺ എയർ ആണ് കൊറോണ എന്ന് എഴുതിയപ്പോൾ എന്നെ കുറെ പേര് ചീത്ത പറഞ്ഞു. ഇത് തന്നെയിപ്പോൾ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും അധികം വാക്സിൻ ചിലവാകുന്ന ഒരു പ്രദേശം ഇവിടെ കൊണ്ടാണ് എല്ലാം കൊടുക്കുന്നത്. ലാഭം ഉണ്ടാക്കിയോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരുടെ സുഖത്തിനായി വരണം എന്നുള്ള കാര്യം കൂടെ ഓർത്താൽ മതി. ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണിൽ ഇത് നീ ചത്താലും ഇരിക്കുന്നുമില്ല, എനിക്ക് എൻ്റെ സുഖം മതി എന്ന് പറയുന്ന സമ്പ്രദായം, കച്ചവട സംസ്കാരം വന്നപ്പോൾ ഇതൊക്കെ എന്നത് പോയി. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിലൂടെ യാദൃശ്യമായിട്ട്. അടുത്തത് KG വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ KG വേണുഗോപാൽ. നെറ്റ് പോയിന്റ്. ഹലോ കേൾക്കാം. ഹലോ ശരത്ചന്ദ്രജി, ഞാൻ അങ്ങയുടെ നാട്ടുകാരാണ്, വയലാറുകാരനാണ്. എവിടെ? പുതിയകാവ് ശിവാനന്ദ സാർ അറിയോ? വയലിനിസ്റ്റ്. ശശിയുടെ അനിയൻ. ശരി, വടാത്തോടെ അത് മാറിയിട്ട് ഹോമിയോയിലേക്ക് പോന്നോ? അതെ 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 അതെ, ശശിയുടെ അനിയനാണ്. ഞാൻ ആദ്യം ഈ നമ്മുടെ IFPHന്റെ ആദ്യത്തെ ഒരു 100 ദിവസത്തെ മലയാളം സെഷനിൽ ഒന്ന് വർമാജി ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ചേട്ടൻ വഴി. ഞാനിവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവിടെ അല്ല, തമിഴ്നാട്ടില് കന്യാകുമാരി ജില്ലയിൽ കുലശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവട്ടാറ് കുലശേഖരം. അപ്പം അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അന്ന് ഒന്ന് ശ്രമിച്ചു നോക്കിയ ആദ്യത്തെ സെഷനിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയാണ് ചേട്ടൻ. അന്ന് പക്ഷെ എന്തോ കണക്ട് ആയില്ല. എത്ര നാളെ? ഒരു മാസത്തിന് മുമ്പാണോ? അല്ലല്ല, ഏകദേശം 1 വർഷമായി. ഇത് എന്തോ പ്രശ്നം ഉണ്ടായി. അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട സമയമായിരിക്കും. അന്ന് ചേട്ടന് കണക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഞാനിപ്പോ ഇവിടെ തിരുവട്ടാറാണ് വർക്ക് ചെയ്യുന്ന ഒരു കോളേജിലാണ്. ഞാൻ മറ്റേ ദിലീപ് ഡോക്ടറുടെ കൂടെ കുറെ വർഷം ഉണ്ടായിരുന്നാണ്. അപ്പോ എന്റെ മകള് മരുന്ന് കഴിക്കുന്ന അദ്ദേഹത്തിനെയാണ്. അറിയാം, എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, യാതൊരു കാരണവശാലും ഒരു വാക്സിൻ എടുത്തു പോരുത്, വേറൊരു കുന്തവും ചെയ്യരുത്. അദ്ദേഹം കൊടുത്ത മരുന്നിൽ ഇവന് ജലദോഷം പോലും വന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും, ഞങ്ങൾ പുള്ളിയുടെ മരുന്ന് അല്ലാത്തതുകൊണ്ട്, കാര്യം നമ്മൾ 4 കൊല്ലമായിട്ട് ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രെഡിക്റ്റീവ് ആയതുകൊണ്ട് ബേസിക്സിലേക്ക് പോകുന്നതാണല്ലോ. അപ്പൊ മരുന്ന് മാറി കഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർസാൽബ് പോലും ഞങ്ങൾ കഴിച്ചില്ല. കാര്യം ബേസിക് മരുന്നാ തരുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മള് അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ ദിലീപ് ഡോക്ടറെ നമുക്ക് നന്നായിട്ട് അറിയാം. വളരെ സിമ്പിളും ഒന്നിനെയും ഭയമില്ലാത്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യം. അല്ല, വൈറസ് എന്ന് പറഞ്ഞാൽ വൈറസിൽ നമ്മൾ അണുവിൽ നമ്മൾ ഉണ്ടായിരുന്ന പുള്ളി പറയുന്നത്. അതെ അതെ. അപ്പൊ പിന്നെ അണുവിങ്ങനെ ശത്രു നമ്മുടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിവിടെ വരുമ്പോഴേ ഇത്രയും ദൂരത്തിൽ ഇവിടെ പക്ഷെ മലയാളീസ് ഒരുപാടുണ്ട്. കമറ പുരുഷോത്തമൻ, അവരൊക്കെ അറിയാലോ? അതെ അതെ, ഒരുപാട് നല്ല മലയാളത്തിൽ എഴുത്തുകാരുള്ള സ്ഥലമാണ്. പഴയ തിരുവിതാംകൂർ ആയിരുന്നുകൊണ്ട്. അപ്പൊ ഇവിടെ വരുമ്പം ഞാനിങ്ങനെ എന്നെ പരിചയപ്പെടുമ്പോൾ, ഇവിടെ അന്യനാട്ടിൽ നിന്ന് വന്ന ആളുകൾ, ഇവിടെയുള്ള പേഷ്യൻസ് ഒക്കെ പരിചയപ്പെടുമ്പോൾ ഞാനിങ്ങനെ പറയും വയലാറാണ്. അപ്പോൾ അവർക്കറിയാം രാമവർമ്മച്ചിയുടെ. അപ്പം ഞാൻ പറയും, ഇപ്പം അദ്ദേഹത്തിൻ്റെ മോനുമുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ ആ ഒരു നാടിൻ്റെ പേരിൽ വളരെ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ. ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അനിയത്തി കവിതയോ ആരാണ് മരിച്ചു എന്ന്? സിന്ധു. വേറൊരു അനിയത്തി കൂടെ ഉണ്ടല്ലോ, കവിത. 2 പേരുണ്ട്, ഇന്ദുലേഖ, യമുന. അതെ അതെ, എനിക്കറിയാം, ഇന്ദുലേഖ ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഇവിടെ ശ്രമിച്ചത് ഇതുപോലെ, ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഇതുപോലെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ഈ ഒരു ഹോമിയോപ്പതിയുടെ സാധ്യത പുറം ലോകത്തേക്ക് വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ആദ്യം ശ്രമിച്ചത്. എനിക്കറിയാം, അങ്ങ് പണ്ട് ജയശ്രീ ഡോക്ടറുടെയൊക്കെ വയനാട്. അച്ഛന്റെ കാര്യം പറഞ്ഞത്. അതെ, എനിക്കറിയാം. കാര്യം നമുക്ക് പുള്ളിയോടുള്ള മാന്യത തോന്നിച്ചാല് പുള്ളിയുടെ മകനെ പേപ്പട്ടി കിട്ടും. പുള്ളി മറ്റൊരു ചികിത്സാ രീതിയിലേക്ക് പുള്ളി പോയില്ല. ഒന്ന് ഓർത്ത് നോക്കുക, ഹോമിയോ മരുന്ന് കൊടുത്താണ് ആ അസുഖം മാറ്റിയത്. സ്വന്തം മകനില്ല പരീക്ഷണം ചെയ്യാൻ ഒരു അച്ഛൻ തയ്യാറാകണമെങ്കിൽ അതിനകത്തൊരു എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതെ അതെ, ഇല്ലേ? അതെ അതെ, അത് തന്നെയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാന കാര്യം അത് തന്നെയാണ്. അതെ അതെ.
ആര് ചെയ്യും എല്ലാവരും വർത്തമാനമൊക്കെ പറയും, പക്ഷെ അതെ. സ്വന്തം അനുഭവം വരുമ്പോ വരച്ചോണ്ട് പോകും ഇല്ലേ? ആ അതെ ആസ്മ വരുന്ന പോലെ. അതെ 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 ആ, അതെ. അപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ വന്നതിന്റെ അതുകൂടാതെ ഇങ്ങനെ നിങ്ങളുടെ തൂലിക ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് ചലിപ്പിക്കണം എന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും അനുഭവങ്ങൾ വരുമ്പോൾ ഒരു കവിതയെ കൂടി എങ്ങനെയെങ്കിലും ഈ മരുന്നിന്റെ ആ ഒരു സാക്ഷ്യത്വം എങ്ങനെയെങ്കിലും ഒന്ന് വെളിപ്പെടുത്തുന്ന ഒരു അഭ്യർത്ഥന മാത്രമുണ്ട്. അല്ല, നമ്മൾ ഈ ഹോമിയോ മരുന്നിനെ നമ്മൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ കൂട്ടത്തിൽ ദൈവവും കൂടെ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അദൃശ്യമാണല്ലോ ഇതെല്ലാം, ഇതൊരു ശക്തി. അതെ അതെ ഈ പൊട്ടൻസി കൂടുന്തോറും മരുന്നിന്റെ അംശമില്ലാണ്ടാകുന്നു എന്നുള്ളതാണല്ലോ അലോപ്പതിക്കാര് പറയുന്ന ഏറ്റവും വലിയ. ഇതിനകത്ത് എവിടെയാ മരുന്ന് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതാണ് അവർ പറയുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരി 10-100 അലോപ്പതി ഡോക്ടേഴ്സ് കൂടെ ഉണ്ട്. ഞാൻ അവരോട് നിത്യം വഴക്കുണ്ടാക്കുന്ന, ഇവര് ഹോമിയോ എന്ന് പറഞ്ഞില്ല, ഹോമോ എന്ന് പറയുന്നത് ഹോമോസെക്ഷൽ മരുന്ന് അവർ പറയും. ഞാൻ അതിനൊക്കെ തരികിടയായിട്ട് കൃത്യമായിട്ട് ഞാൻ ഇവരെ എതിർക്കാറുണ്ട് എല്ലാവരെയും. അങ്ങനെ ചെയ്യുന്ന ഒരാളാകട്ടെ, അത് എൻ്റെ ഒരു കാര്യം. പക്ഷെ അതിപ്പം എത്ര എൻ്റെ ഒരു പക്ഷേ എത്ര പേര് ഏൽക്കും എന്ന് പറയാൻ പറ്റില്ല. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പരിമിതി അവിടെയാണ്. എങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി കവിത അതിന് വളരെ വളരെ വ്യാപ്തിയുണ്ടെന്ന് മാത്രം. അല്ല, നമ്മുടെ നാട്ടില് ഞാനിപ്പോ ഞാൻ ഇവിടുത്തുകാരാണ് പറയും, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരു ചെറിയ വീട്ടുകാരിൽ അവർക്ക് ഒരു അസുഖം വന്നാല് അവർക്ക് KVM ആശുപത്രിയിൽ പോയി കിടന്നു, അല്ലെങ്കിൽ ആസ്റ്ററിൽ പോയി കിടന്നു, അല്ലെങ്കിൽ ലേക്ക് ഷോറിൽ പോയി കിടന്നു, അതിന് ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ചിലവായി എന്ന് പറയുന്ന അഭിമാനമാണ്. കാര്യം ഞങ്ങൾക്ക് അവിടുന്ന് തന്ന മരുന്ന് ഇത്രയും തന്നു. അതിന് ആ സ്ഥാനത്ത് ഒരു ചെറിയ പൊതി 4 ഗുളികയും തന്നാല് അവർക്ക് തൃപ്തിയില്ല. അവർക്ക് ഈ ദുരഭിമാനം വളരെ വലുതാണ്. വലിയ കാര്യങ്ങൾ ചെയ്തു, വലിയ ആശുപത്രിയിൽ പോയി, അവിടുത്തെ അന്തരീക്ഷം കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് ഇപ്പോൾ പോകുന്നുണ്ട്. ദുരഭിമാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ആദ്യം മരുന്ന് കണ്ടുപിടിക്കണം. ഹോമിയോയിൽ മരുന്നുണ്ട് ദുരഭിമാനത്തിന്, എനിക്കറിയാം, അതുണ്ടെന്നറിയാം. പക്ഷെ മറ്റൊന്നുമില്ല. അതിനെ വെച്ച് കച്ചവടമാണത്. പക്ഷെ ഇത് ആരോട് പറയും? ഇത് ആര് കേൾക്കും? സുഖത്തിന്റെ ചികിത്സ വരെ സുഖചികിത്സയായിട്ട് മാറുക ഇപ്പം. ഇപ്പൊ പറഞ്ഞില്ലേ, കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് അലോപ്പതി ഇത്തരം വളരുന്നത്? കാശുള്ളവരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ടൂറിസമാണ്. അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. ചികിത്സ എന്നുള്ള പേരിൽ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് പറയാൻ ആധികാരികമോ ഇല്ല, അറിയാത്ത കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ചികിത്സ തന്നെയാണ്. അവിടെ പിന്നെ 10 ലക്ഷങ്ങൾ അല്ലെങ്കിൽ $5,000 ഫോൺ എടുത്ത് ഇവിടെ 5,000 കൊടുത്താൽ മതിയാവും. ശരി, കണ്ടതിൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ. അടുത്തത് ഡോക്ടർ എബ്രഹാം വൈദ്യനെ വിളിക്കുകയാണ്. ഞാൻ കൊല്ലത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഒരു ഗാനരചയിതാവ് എന്ന നിലയിലാണ് ഞാൻ അങ്ങയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെയും പിതാവിന്റെ ഒക്കെ ഗാനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ചില കൊച്ചു കുട്ടികൾ TV കൂടെ ഒക്കെ പാടി കേൾപ്പിക്കുന്നുണ്ട്. ഒരു ടോപ്പ് സ്റ്റാർ എന്നുള്ള പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മക്കളെയൊക്കെ കണ്ടപ്പോൾ സ്വന്തം മക്കളെ കാട്ടി സ്നേഹമാണ് അവരോടുള്ളത്. ഇപ്പോൾ ഈ കോവിഡിന്റെ 3rd വേവ് വരുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് ഏറെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഇരിക്കുന്നത്. സാറിന്റെ സഹോദരിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് സഹോദരന്മാരെ ഈ നിസ്സാര രോഗത്തിന് അനാവശ്യ ചികിത്സ മൂലം മരിച്ചുപോയി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് എടുത്തില്ലൊക്കെ അവർക്ക് രോഗം വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് അവര് പോയി അനാവശ്യ ചികിത്സ തേടി മരിക്കുക എന്ന സങ്കടം ഓർത്ത് സഹിക്കാൻ വയ്യ. പക്ഷെ അവരെ ഈ കാര്യം അറിയിക്കാൻ വയ്യ. അവരെല്ലാം വലിയ സെലിബ്രിറ്റികളായി കഴിഞ്ഞു. കൊച്ചു പിള്ളേർ അവര് വലിയ സെലിബ്രിറ്റികളായി. അവരെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ഒരു വിധത്തിലും അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഇവരെ അറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ സാറിന്റെ ഈ അനുഭവവും അറിവും വെച്ച് സാറിന് ഈസി ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ അസുഖം വന്നാൽ ഹോമിയോപ്പതി എടുക്കൂ, സുരക്ഷിതരാകൂ. അവർക്ക് നമ്മുടെ ഇവിടുത്തെ സാധാരണ ഡോക്ടർമാരെ വിശ്വാസം ഇല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലെ ഡോക്ടർമാരുണ്ട്. ലോകത്തിലെ പോപ്പ് സ്റ്റാറുകളെ ചികിത്സിക്കുന്ന ഐസക് മത്തായി എന്നൊരു മലയാളിയാണ്. അവർക്ക് ഒരുപാട് കാശ് ചെലവാക്കിയാലും സമാധാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ടു അവിടെ 10,000 ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിച്ചാൽ അവരെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവര് ഒരു കുഞ്ഞു പോലും നാം ഇല്ലാതായി പോകുന്നത് ചിന്തിക്കാൻ വയ്യാത്ത വേദനയിലാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കുകയും 3 സ്റ്റേജിൽ അസുഖം വരിക. ആദ്യം വാർദ്ധക്യമുള്ളവർക്ക് വരിക, അവരെ ഒഴിവാക്കുക. കാര്യം ഇതിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയൊരു കച്ചവടക്കാരൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, ഭൂമിയുടെ ഭാരം കൂടുന്നു, മറ്റെല്ലാ സ്പീഷീസും ജനിച്ചു വരിക്കുന്നു,
മനുഷ്യൻ മാത്രം മരിക്കുന്നില്ല. മനുഷ്യരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് മനുഷ്യരുടെ എണ്ണം കുറഞ്ഞാൽ ഭൂമിയുടെ ഭാരം കുറയണം എന്നുള്ള തീരുമാനത്തിൽ ഭൂമിക്ക് ഏറ്റവും ബാധ്യതയുണ്ടാകുന്നത് കച്ചവട സംസ്കാരത്തിൽ പെൻഷൻ മേടിക്കുന്നവരാണ്. വാർദ്ധക്യക്കാരെന്തിനാ പെൻഷൻ കൊടുക്കുന്നത്? അവനെ ആദ്യം കൊല്ലുക, പിന്നെ യുവത്വം അതിനെ നശിപ്പിക്കുക, അത് കഴിഞ്ഞ് അടുത്ത തലമുറ ഉണ്ടാകാണ്ടിരിക്കുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല. 5 പേര് ജയിക്കാൻ വേണ്ടി 100 പേരെയും 22 ലക്ഷം പേരെയും കൊന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 5 പേരുടെ സ്ഥാപിത താല്പര്യമാണോ 22 ലക്ഷം പേര് മരിച്ചതാണോ വലുതെന്നുള്ളത് പണക്കുതിനെ അറിയാൻ സാധ്യതയില്ല. സാറിന് ഈ ഗ്രൂപ്പിനോടൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പം പറ്റും ഞങ്ങളുടെയൊക്കെ. അല്ല, ഞാൻ പറയുന്നത് ഉൽപ്പന്നങ്ങൾ ചിലവാകണമെങ്കിൽ ആൾക്കാർ വേണ്ടേ? എങ്കിലും ഇപ്പൊ ചെറിയ ഇല്ല വേണ്ടാത്ത സാധനം ഇല്ലാത്ത കാശ് കൊണ്ട് മേടിക്കുന്നതാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടെന്നല്ല, അപ്പുറത്തെ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് മേടിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്റെ പൈസയില്ല, ഞാൻ പോയി ലോൺ എടുക്കും. അങ്ങനെ ലോൺ എടുക്കുന്നതുകൊണ്ടാണ് ഈ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെ വേണ്ടാത്ത സാധനങ്ങൾ നമ്മളിലേക്ക് കുത്തിക്കയറ്റുന്നത്, അത് വാങ്ങാൻ നമ്മൾ തയ്യാറാകുന്നതും ഈ കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായോണ്ട് എനിക്ക് വേണ്ട എന്ന് ഗാന്ധി പറയുന്നത് ഒരു തലത്തിലേക്ക് പോയി. പുരോഗമനം എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നതായിരിക്കണം. വേണമെന്ന് പറയുന്ന ആർത്തിയോടാണ് നമ്മളിപ്പോൾ മത്സരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ലോകത്ത് സ്ഥാനമില്ല. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഉള്ള കാര്യത്തിൽ നമ്മൾ തോറ്റുപോകും. ആലപ്പുഴയ്ക്ക് ബസ്സുള്ളപ്പം നടന്നെന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതും ശരിയല്ലേ? ഇപ്പൊ ബസ് വേണ്ട, കാറ് മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് ബസ് കയറണ്ട. അസുഖം എന്ന് ആ തരത്തിലേക്ക് മനുഷ്യന് ചുരുങ്ങുകയാണ്. ആ ചുരുങ്ങുന്നവനോട് നമ്മൾ വിശാലമാകാൻ എങ്ങനെ പറയും എന്നുള്ളൊരു ധർമ്മസങ്കടമുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഇത് മാത്രം മതി. പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു നാട്ടില് ഒരു കുരവ ഇടുക എന്ന് പറഞ്ഞാല് ഒരു വീട്ടിൽ ഒരു നല്ല സംഭവം നടക്കുമ്പോഴാണ്. ഇപ്പം നാട്ടിൽ ഒരാൾ മരിച്ചാൽ പോലും അപ്പുറത്തെ ആള് പോലും അറിയില്ല. ആ അവസ്ഥയിലേക്ക് വന്നു സാമൂഹ്യ ബന്ധമായി. അതല്ലല്ലോ നമ്മുടെ ഇതിൻ്റെ ഒരു രീതി. ഇപ്പൊ സെപ്പിയ എന്നുള്ള മരുന്ന് തളിക്കാൻ പറയുമ്പോ തന്നെ അതിനകത്ത് ഒത്തിരി അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. കുറെ പേർക്കെങ്കിലും ഈ അസുഖം വരാണ്ടിരിക്കട്ടെ എന്നുള്ളൊരു സിദ്ധാന്തം അതിനകത്തുണ്ട്. മറ്റേതല്ല, പാരസെറ്റമോളും കഴിച്ച് വെറുതെ ഇരിക്കുക, പനിമാറി കഴിയുമ്പോൾ പുറത്തിറങ്ങുക, ഞാൻ രോഗിയാണോ വലിയ ആർക്കറിയാം എന്ന് പറയുന്ന ദുരഭിമാനമുള്ള മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ. സർ, വളരെ നല്ല ആൻസർ ആണ്. 3ാം തരംഗത്തെ നേരിടാൻ ഞങ്ങൾ വളരെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള വേദികളിൽ ഞങ്ങൾ പഠനങ്ങൾ തുടരുന്നുണ്ട്. വളരെ അത് പറഞ്ഞപ്പോ ഏറ്റവും ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് എന്റെ അരിന്തരവൾക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോ അത് തീരെ പൊടിയാ, അതിന് മരുന്ന് പോലും കഴിക്കാൻ വയ്യാത്ത അമ്മഞ്ഞ പാല് പാത്രം കഴിക്കുന്ന പ്രായത്തിൽ അതിനൊരു അസുഖം വരുമ്പോ ഡോക്ടർ കൊടുത്തത് അമ്മയ്ക്കാണ് മരുന്ന്. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നില്ല, അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ അമ്മഞ്ഞപ്പാലിലൂടെ ആ മരുന്ന് കുഞ്ഞിലേക്ക് എത്തുക എന്ന എന്ത് വലിയ പ്രകൃതി സങ്കല്പമല്ലേ. പൊക്കിൾക്കൊടിയിലൂടെ ഒരു കുഞ്ഞുണ്ടാകുന്ന പോലെ ഒരു മരുന്ന് അമ്മയിലേക്ക് കൊടുത്തിട്ട് മകളിലേക്ക് വരിക എന്ന് പറയുന്നത് നല്ല സിദ്ധാന്തമല്ലേ ഹോമിയോടെ. ഞാൻ അനുഭവിച്ച കാര്യമായി, ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെ സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായും സാറിന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളുടെ ചോദ്യകർത്താക്കൾക്ക് പറ്റിയെങ്കിൽ അത് ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ്, പുണ്യമാണ്. അല്ല, അതല്ല ഞാൻ പറയുന്നതല്ല, എന്റെ അനുഭവം എനിക്കല്ല. ഞാൻ അതെ സാർ, അല്ല സാർ ഇപ്പൊ പെട്ടെന്ന് കിട്ടിയ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അതുകൊണ്ട് സാർ ഇനിയും ധാരാളം പേര് ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുന്നത്. നമ്മുടെ സമയം സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് തുടരാവുന്നതാണ്. അപ്പൊ അടുത്തതായിട്ട് ഡോക്ടർ ശ്രീധരക്കുറുപ്പ് സാറിനെ വിളിക്കുകയാണ്. സാറ് ഞങ്ങളുടെ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത സാറാണ്. സാറിനെ എനിക്ക് കൈമാറുകയാണ്. സാറേ നമസ്കാരം, ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനും ഇതുപോലെ കോവിഡ് വന്ന് കൂടിയിട്ട് കുറഞ്ഞ ഒരു വ്യക്തിയാണ്. എന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു, ഓക്സിജൻ കുറഞ്ഞു പോയതുകൊണ്ട്. പക്ഷെ ഞാൻ അതിനു മുമ്പ് കാർബോവേജ് എന്ന് പറയുന്ന ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് ഓക്സിജൻ തന്നില്ല. പക്ഷേ അഡ്മിറ്റ് ചെയ്തെങ്കിൽ അവിടെ ചെന്നപ്പോൾ രോഗങ്ങളൊക്കെ കൂടി. ഡോക്ടർ ഷാജി കുടിയാത്തിനറിയാം,
ഡോക്ടർ ഷാജി കുടിയാത്ത പറഞ്ഞ ജൽസീമിയം കഴിച്ചാൽ മതിയെന്ന്. ഏതായാലും ഞാൻ ജൽസീമിയം എടുത്തു വെച്ചു. എൻ്റെ BP കൂടി, ഷുഗർ കൂടി, പൾസ് കൂടി, വേറെ പല ഒരു ആൻസൈറ്റി ന്യൂറോസിസ് ഉണ്ടായി. ഞാൻ പോസിബിൾ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് വഴക്ക് വിളിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ജൽസീമിയം കഴിച്ച് അതെനിക്കൊരു ട്രെംബ്ലിംഗ് ഉണ്ടായി. അത് 99% കുറഞ്ഞു. അതുപോലെ ഭയങ്കര വീക്ക്നെസ് ഉണ്ടായി. പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായി. അതിൽ നിന്നെല്ലാം ഹോമിയോ മരുന്ന് മാത്രം കഴിച്ച് ഞാൻ ഇപ്പം ശരിയായി. അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പം തന്നെ ഒരു ഭീകരാവസ്ഥയാണ്. നമ്മളെ ഒരു ഇരുട്ടുമുറിയിലിട്ടടച്ച ഒരു തടവുകാരനെ കൂട്ടാണ് അവർ ചികിത്സിക്കുന്നത്. സമയത്തിന് ഭക്ഷണമില്ല. ഈ ഷുഗർ കൂടിയ ഉടനെ ഇഞ്ചക്ഷൻ തരും, ഇൻസുലിൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ അങ്ങ് കുറഞ്ഞു പോകും പെട്ടെന്ന്. ഞാൻ ഡോക്ടറായതുകൊണ്ട് എനിക്കറിയാം, ഭക്ഷണം തരികയില്ല. പലരും അവിടെ കിടക്കുന്നത് രോഗം കൊണ്ടല്ല, അവിടുത്തെ ബാഡ് ട്രീറ്റ്മെന്റ് ഉണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വഴക്ക് പിടിച്ച് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ഞാൻ വീട്ടിലോട്ട് പോന്നു. വന്ന വഴിക്ക് തന്നെ ഞാൻ ജൽസീമിയം ഒരാട് പറഞ്ഞു മേടിച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ട്രെംബ്ലിങ്ങും പോയി, വിഷമവും പോയി, പേടി പോയി, എല്ലാം കുറഞ്ഞു. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഇതേവരെ ആരോടും പറഞ്ഞില്ല. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് സാറ് പറഞ്ഞപ്പോ പറയാതിരിക്കാൻ മേലാത്ത ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു മനുഷ്യനൊരു അവസ്ഥ വരും. സാറ് പോലും പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകരമാണ്. ഡോക്ടർ കുടിയാത്താണ് എന്നോട് പറഞ്ഞത് ജൽസീമിയം കഴിക്കാൻ. എൻ്റെ കുടിയാത്തുണ്ട്, അവിടെ കേട്ടോണ്ടിരിപ്പുണ്ട്. കുടിയാത്ത് പറഞ്ഞ് ജൽസീമിയം കഴിച്ചാൽ മതിയെന്ന്. ഞാൻ വേറെ ആളെ പക്ഷെ അകത്ത് കിടത്താൻ പറ്റിയില്ല. വെളി വന്ന ഉടനെ കഴിക്കാൻ തുടങ്ങി, എനിക്ക് കുറവായി. ഇപ്പം ഞാൻ സംഭവം ഒരു പൂർണ്ണ ആരോഗ്യവാനാണ്. വീണ്ടും ഷുഗറിന്റെ ഒരു ശകലം കൂടെ കുറയാനുണ്ട്. ഞാൻ അന്നേരം വന്നവരെ മുഴുവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ ഷുഗർ കൂടുതലാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് മുഴുവൻ, വീണ്ടും നോർമൽ ആയവർക്ക് മുഴുവൻ കൂടി. അതുപോലെ എല്ലാവർക്കും ബാക്കിയേക്കൊണ്ട് പലർക്കും ക്ഷീണം 3 മാസം വരെ ക്ഷീണമാണ്. എനിക്കും സ്വല്പ ക്ഷീണം മാറാനുണ്ട്, പക്ഷേ 75% കുറവായി. ഇതെന്റെ അനുഭവമാണ്. സാറിന്റെ അനുഭവം പങ്കുവെച്ചതിൽ എനിക്കൊരു ആക്സിഡന്റ് വന്നിട്ട് എഴുന്നേക്കാൻ മേലാത്ത ഒരാളാണ്. എങ്കിൽ പോലും ഞാനൊരു ബിഗ് സല്യൂട്ട് തരികയാണ്. എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിന്നും വരുന്നില്ല. താങ്ക് യു വെരി മച്ച്. സാറ് എന്തെങ്കിലും ഒക്കെ ഇതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി, നമസ്കാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേറെ ആൾക്കാരും ദൂരെ കാണും, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു. സാറേ, അടുത്ത് നമ്മുടെ പ്രസിഡന്റായ ഇസ്മയിൽ സാറാണ്. സാറും ആലപ്പുഴക്കാരനാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നേരത്തെ പരിചയമൊന്നുമില്ല. എനിക്ക് കേട്ട കഴിവാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട്. തങ്ങളെ പറ്റി, അച്ഛനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സന്ദർഭത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, ആരെയും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ചെറിയൊരു മരിക്കും. ഇപ്പോഴൊന്നുമല്ല, 20 വർഷം 25 വർഷം ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. ആരെ കൂടെ വന്നാണ്. അവരവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ വരേണ്ട അങ്ങനെ വന്നതല്ല. താങ്കളത് വളരെ ചെറുപ്പമാണെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളുടെ ഞാൻ 61 വയസ്സുണ്ട്. 61. എനിക്ക് 73 അപ്പോഴേ ഞങ്ങൾ ഈ സംസാര ശൈലി വളരെ ഇഷ്ടപ്പെട്ടു. കാരണം തുറന്ന മനസ്സോടെ ധൈര്യമായിട്ട് പലതും പ്രസ്താവിച്ചു. ഇത് പലർക്കും ഒരു ഇനിഷ്യേറ്റീവാണ്, പലർക്കും ഒരു അനുഭവമാണ്. പല ഹോമിയോപ്പതിക്കാർ വരെ താങ്കൾ പറഞ്ഞ പോലെ മക്കൾക്ക് അസുഖം വന്നാൽ കൊണ്ടു കിടക്കുന്ന സ്വഭാവമാണ്. എൻ്റെ അമ്മയെ ഹാർട്ട് അറ്റാക്ക് ഞാനാ ചികിത്സിച്ചത്. എൻ്റെ അച്ഛന് ഫാൾസിഫോറം മലേറിയ വന്നു ഞാനാ ചികിത്സിച്ചത്. എൻ്റെ മകന് ലിംഫോമ വന്നു ഞാനാ ചികിത്സിച്ചത്. എൻ്റെ മകൾക്ക് പോളിയോ വന്നു ഞാനാ ചികിത്സിച്ചത്. ഹോമിയോപ്പതി കൊണ്ട് എല്ലാം നേടിയത്. അവന് ഒരു വിശ്വാസത്തിൻ്റെ അല്ല, എനിക്ക് മരുന്നുണ്ട്, എൻ്റെ മരുന്ന് ഭരിക്കും, അതിന് ജയിക്കാൻ പറ്റുന്ന മരുന്നുകളില്ല എന്ന് ഓർത്ത് എന്നൊരു വിശ്വാസ പ്രമാണം എനിക്കുണ്ട്. പ്രിൻസിപ്പിൾ പറയായിട്ടുള്ളത് വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വിശ്വാസമല്ല, അന്ധമായ വിശ്വാസമല്ല. അന്ധമായ വിശ്വാസത്തില്ല, ഹോമിയോപ്പതിയില്ല. ശരിയായ വിശ്വാസം പ്രിൻസിപ്പിൾ പ്രകാരം അത് സിമിലിവേഴ്സ് ഖുറാനിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും. എൻ്റെ മദറിന് 3 അറ്റാക്കായിട്ട് വന്നതാണ്. 3 അറ്റാക്ക് വന്നിട്ട് 75-76 മരിച്ചുകൊണ്ടാണ്. അമ്മ മരിച്ചത് ഇപ്പൊ 96 വയസ്സിലാണ്. അടുത്ത കാലത്താണ്, 2 വർഷം മുമ്പാണ് മരിച്ചത്. ഒരു അസുഖമില്ലാതെ, ആർക്കൊരു അസുഖമില്ലായിരുന്നു. ഫാൾസിഫോറം മലേറിയ വന്ന് കോമയിലായിരുന്നു.
റിക്കവറി ആയിട്ട് പുള്ളിക്കാരൻ പിന്നെയും 10 വർഷം ജീവിച്ചു. ഒരുപാട് കവിതകൾ എഴുതുന്നു. പുള്ളി ഉറുദുവിൽ കവിത എഴുതുന്ന ആളാണ്. AK സെട്ട് എന്ന് പറയും. ഉറുദുവിലാണ് ദീൻ ദുനിയ എന്ന് പറഞ്ഞ ഒരു മാഗസിൻ ഉണ്ട് ഡൽഹിയിൽ. അത് പതിവായിട്ട് പുള്ളി അറിയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതിനുശേഷം ഒരുപാട് കവിതകൾ പുള്ളി എഴുതിയായിരുന്നു. മുഗൾ സാമ്രാജ്യത്തെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അഭിനയിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി. പഴയ സിനിമ ആക്ടറും കൂടെയാണ് പുള്ളി. അങ്ങനെ ഒരു കഴിവുകളുണ്ട്. ഞാനും ഞങ്ങൾ വന്നതും ഇവിടെ വന്ന് ഞങ്ങളൊക്കെ സന്തോഷിപ്പിച്ച വാക്കുകളുണ്ട്. അതിന് വാക്കുകളില്ല, തിരിച്ചു പറയാൻ വാക്കുകളില്ല. അത്രത്തോളം കാര്യങ്ങൾ. കാരണം തങ്ങളുടെ അനുഭവം എന്ന് പറയുമ്പോഴേ അതിന് പ്രത്യേക ശക്തിയുണ്ട്. അതിന്. ആ ശക്തിയാണ് താങ്കളോട് തെളിയിച്ചത്. നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് വിളമ്പുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനം കൊടുക്കുകയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ അടുത്ത് കോട്ട് ചെയ്യാൻ പറയാൻ പറ്റും. ഞങ്ങൾ യൂട്യൂബിൽ അത് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഓരോ വാക്കുകളും തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം. ഇനി അടുത്തത് IAPS ടെക്കായ വിളിക്കുകയാണ്. ബാബുരാജ് ഡോക്ടറാണ്. അതെ അതെ. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. പറയൂ. ഞാൻ ഈ IFBHന്റെ സെക്രട്ടറിയാണ്, ബാബുരാജൻ. എൻ്റെ സ്വദേശം കരുനാഗപ്പള്ളിയാണ്. ചെറുപ്പകാലം മുതൽ സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, ഈ രാഷ്ട്രീയ ഗാനങ്ങളും താങ്കളുടെ പിതാവിൽ നിന്ന് കേട്ട് ആവേശം കൊണ്ട് വളർന്ന ഒരു സാറിൻ്റെ ഏതാണ്ട് അടുത്ത പ്രായമുള്ള ഒരാളാണ് ഞാനും. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ആസുരമായ കാലഘട്ടത്തിൽ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാവുന്ന രീതിയിലാണ് കാര്യങ്ങളും കാലവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലോ നമ്മുടെ നാട്ടിലെ സാഹിത്യ രംഗത്തിലും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തലമുറയ്ക്ക് നാട്ടിലുള്ള കൊച്ചു സംഭവങ്ങളിൽ പോലും പ്രതികരിക്കുകയോ ഇടപെടുകയോ അതിനെതിരെ പോരാടുകയോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത്തരം ഒരു കൂട്ടായ്മയും ഒരു സംസ്കാരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സാഹിത്യ രംഗത്തോ സാമൂഹ്യ രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഉള്ളവരിൽ പോലും ആ ഒരു പ്രവണത കാണുന്നില്ല. പകരം ഈ കാലഘട്ടം കൂടുതൽ ആസുരമായി കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സാഹിത്യ ലോകവും സാഹിത്യ രംഗവും ഒക്കെ ഉൾവലിയുകയും തങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നതായിട്ടാണ് പൊതുവെ കാണുന്നത്. അത് താങ്കൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും, താങ്കളും അത് തിരിച്ചറിയുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ ഈ സാമൂഹ്യ രംഗവും സാഹിത്യ രംഗവും ഒക്കെ ഇത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി ഉച്ചത്തിൽ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ശീലത്തിലേക്കോ രീതിയിലേക്കോ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കത്തില്ലേ? പ്രത്യേകിച്ചും ഇപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ രംഗം പോലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വ്യാപാരവും വ്യവസായവുമാക്കി നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ താങ്കളെപ്പോലെയുള്ളവരും ഇതൊക്കെ തിരിച്ചറിയുന്നവരുമായവർ ഒന്ന് ഒത്തുചേർന്നിട്ട് നമുക്ക് ഞങ്ങളുടെ ഈ എളിയ സംരംഭവുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും ഉച്ചത്തിൽ ഈ ശബ്ദിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറം ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു രീതി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതില്ലേ? അങ്ങനെയുള്ള പരിശ്രമത്തിന് താങ്കളിൽ നിന്നും താങ്കളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള താങ്കളുടെ സഹപ്രവർത്തകരിൽ നിന്നും സഹകരണവും അനുഭവവും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ താങ്കൾ ഞങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കണം, കൈകോർത്ത് വരണം. നമ്മളുടെ ഈ ഫോറത്തിൽ വന്നുപോയ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മയും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളിലും അതിനപ്പുറം താങ്കളെ പോലെയുള്ളവരുടെ ചിന്താപരമായ സഹായവും ആക്റ്റീവായിട്ടുള്ള സഹായവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നമ്മുടെ ഈ അടുത്ത് വന്ന വിക്രമാദിത്യൻ സിനിമയിൽ ഹോമിയോ ഡോക്ടറെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് മാറ്റാവുന്ന രോഗങ്ങളൊക്കെ മാറ്റാൻ കഴിവുള്ളതാണ് ഹോമിയോപ്പതി എന്ന് സൂചിപ്പിക്കുന്ന ഒരു രംഗമൊക്കെ ആ സിനിമകളിലുണ്ട്. അത്തരം സാഹിത്യ സിനിമാ മേഖലകളിലൊക്കെ താങ്കളെ പോലെയുള്ളവർ അത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കുകയും അത്തരം കാര്യങ്ങളിലൂടെ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയും താങ്കളുടെ ഈ വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഈ ഇന്നത്തെ ആസുരകാലത്തെ നേരിടാനുള്ള ശക്തി സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിനെ താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ വേദിയിലെത്തി ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ പറയുകയും ഞങ്ങളോട് ഇത്രയും നേരം സഹകരിക്കുകയും ചെയ്തു. ഞാൻ സംഘടനയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട്. ഔപചാരികമായ കൃതജ്ഞതയും മറ്റും പറയാനിരിക്കുന്നതേ ഉള്ളൂ, എങ്കിലും ഞാനത് പങ്കുവയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. 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 ഇനി അടുത്തത് ജേക്കബ് മാത്യു ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് സംസാരിക്കാം. ഞാനൊരു ഹോമിയോ ലവറാണ്. നമ്മുടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യാത്രയില്ല. കാറ്റിന്റെ ശബ്ദം. കാറ്റിന്റെ ശബ്ദം ഫാനിന്റെ ശബ്ദമാണ്. ഫാനായിരിക്കും അല്ലേ? ഫാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കോ? ജേക്കബ് മാത്യു, ഫാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കോ? ഇതിന്റെ പ്ലാറ്റ്ഫോം നെറ്റിന്റെ പ്രശ്നമാണ് ജേക്കബ് മാത്യു. നമ്മള് പിന്നീട് സമയം കിട്ടിയാൽ ഒരു അവസരം തരാം. നമുക്ക് അടുത്ത സമയം വൈകിയത് കൊണ്ട് അടുത്ത ആളിലോട്ട് പോവാണ്. അടുത്തത് ജയചന്ദ് സാറിന് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? പിന്നെ ഉണ്ട്. ബഹുമാന്യനായ ശരത്ചന്ദ്ര സാറേ, നമസ്കാരം. നമസ്കാരം. ഈ ജന്മത്തിലും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും മറക്കാൻ കഴിയാത്ത അപൂർവ പ്രതിഭയായ വൈദാർജിയുടെ ജീവത്തുടിപ്പായ അങ്ങേ ഈ ഞങ്ങളുടെ കുടുംബത്തിൽ കാണാനും അങ്ങയുടെ സ്നേഹവാക്കുകൾ കേൾക്കാനും കഴിഞ്ഞതിൽ വളരെ 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 സന്തോഷമുണ്ട്. അടുത്ത ജന്മം എനിക്ക് ഉണ്ടെങ്കിൽ ഹോമിയോ ഉണ്ടാകട്ടെ കൂടെ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഇനിയും വരണമെന്നും ഞങ്ങൾക്ക് വേണ്ടി ഹോമിയോയുടെ ഉന്നമനത്തിന് വേണ്ടി അങ്ങയുടെ തൂലിക എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി അങ്ങയെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ജയചന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന്. അടുത്ത് നമ്മുടെ കൺവീനർ വീണ്ടും എന്തോ പുതിയൊരു സംശയമായിട്ട് വന്നിട്ടുണ്ട്. ഫൈസൽ മാൽക്ക് ക്ഷണിക്കും. ക്ഷമിക്കണം സാറേ, ഞാൻ നേരത്തെ ഈ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് കുറച്ച് നീണ്ടുപോയും പിന്നീട് അതിന്റെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സാറിന്റെ അടുത്ത് വന്നത്. എന്റെ ഒരു അഭ്യർത്ഥന സാറേ, ഈ നമ്മുടെ ഈ ഫോറത്തില് സംവിധായകന്മാരായ ലാൽ ജോസ്, രഞ്ജിത്ത്, അതുപോലെ ഒത്തിരി ഈ സിനി ഫീൽഡിലുള്ള ആൾക്കാർ, അതുപോലെ ഇക്ബാൽ കുറ്റിപ്പുറം വന്നില്ലേ? ഇക്ബാൽ കുറ്റിപ്പുറം ഇതിന്റെ ഒരു സ്ഥാപകനും ഞങ്ങളുടെ ഒരു അപ്പൊ ഞാൻ നേരത്തെ, കാരണം അച്ഛനും ബാപ്പയും എന്നതിന്റെ രണ്ടാം ഭാഗം മകനിലൂടെ അങ്ങയുടെ സൃഷ്ടി, അതിന്റെ അടുത്ത പുനർജന്മം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് രോഗങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങി അതൊരു വലിയൊരു സംഭവം, ആ ഒരു ചരിത്ര സംഭവത്തിന്റെ ഉറവിടം കൂടെ നമ്മൾ ഇവിടെ മാറിയിരിക്കുകയാണ്. അത് പ്രതീക്ഷിക്കുകയാണ്, ആ ഒരു മഹാത്ഭുതം കൂടി പ്രതീക്ഷിക്കുകയാണ്. സാറേ, ഞാൻ പറഞ്ഞു വരുന്നത് സാറേ, ഒരു നേതൃനിര സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്ന് ഈ ഹോമിയോ സെക്ടറിൽ ഒരു നേതൃനിര ഇല്ലാത്തത്, ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ പലരും വന്നു പോയിട്ട് സാറിനെ പോലെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്, അതിന്റെ ഹൃദയവായ്പ വന്നിട്ടുണ്ട്. പലതും പല ഇരുട്ടും വെളിച്ചമാക്കി മാറ്റാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സാറേ, ഒരു ചോദ്യം, ഒരു എളിയ പ്രവർത്തകൻ എന്ന് വെച്ചാൽ ഈ IFPHന്റെ എളിയ പ്രവർത്തനം ചോദ്യം അങ്ങയുടെ മുമ്പിൽ വെക്കാനുള്ളത്,
സാർ ഞങ്ങൾക്കൊരു ഒരു നേതൃ കോർഡിനേഷൻ കിട്ടേണ്ടതുണ്ട് സാർ. ഒരു ഹോമിയോ സാക്ഷ്യം, ഒരു വെളിപ്പെടുത്തൽ ജനങ്ങൾക്ക് വേണ്ടിയും അധികാരികൾക്ക് വേണ്ടിയും വെളിപ്പെടുത്താൻ ഈ സെലിബ്രിറ്റികളുടെ ഒരു കോർഡിനേഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സാർ. ഞങ്ങൾ അങ്ങയിൽ നിന്ന് അതിന്റെ ഒരു നേതൃത്വം പ്രതീക്ഷിക്കുകയാണ്. സാധ്യമാണോ സാർ? ഞങ്ങൾക്ക് അങ്ങയെ തുടർന്ന് ബന്ധപ്പെടാനും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ശ്രീനിവാസനായാലും ഒരുവിധം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഹോമിയോ തന്നെയാണ് അഭയം പ്രാപിക്കുന്നത്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ അതിന് സാധ്യതയുണ്ടോ? അങ്ങയെ തുടർന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു തലത്തിൽ ഒരുപക്ഷെ പത്രസമ്മേളനമായിട്ടോ അല്ലെ മറ്റേതെങ്കിലും ഒരു ചൊൽക്കാഴ്ചയായിട്ടോ മറ്റേതെങ്കിലും ഒരു അർത്ഥത്തിൽ സമൂഹത്തിൽ ശക്തമായ ഒരു പ്രചരണം നടത്തി ഓരോ വ്യക്തിക്കും ഇതൊരു സുരക്ഷാ കേന്ദ്രമാണെന്ന് വരുത്തുന്ന രീതിയിൽ കാരണം മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെ കൂടെ ഇല്ല, ഭരണകൂടങ്ങളില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം വലിയ സത്യം ഗർഭമായി നടക്കുന്ന മനസ്സുകൾക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൂടാ? അങ്ങയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അങ്ങിൽ ഞങ്ങൾ അഭയം കാണുകയാണ്. ഇതിന്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക മേഖലയുടെ നേതൃനിരക്ക് അതായിരുന്നു എന്റെ അവസാന ചോദ്യം. അത് അങ്ങിലേക്ക് കൊടുത്തതോടുകൂടി ഞാനിപ്പോ സമാധാനമായി അങ്ങിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുകയാണ് സാർ. ഇതിന്റെ ഏറ്റവും വലിയ രസം ഞാനത് ഹോമിയോ തന്നെ മറുപടി പറയാം. 540 തരം തലവേദന ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലതരം തലവേദന പലർക്കും പലതാണല്ലേ. താഴോട്ട് നോക്കുമ്പോൾ തലവേദന കൂടുന്നു, അതിനൊരു മരുന്ന്. മേലോട്ട് നോക്കുമ്പോൾ തലവേദന കുറയുന്നു, അല്ല കൂടുന്നു, അതിന് വേറൊരു മരുന്ന് എന്ന് പറയുന്നൊരു സമൂഹത്തിൽ നമ്മൾ കഴിയുന്നത്. ഇപ്പം നേരത്തെ നമ്മുടെ കരുതാപ്പള്ളി എന്ന് പുള്ളി പറഞ്ഞ പോലെ സാഹിത്യകാരന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. ഞാൻ എഴുതുമ്പോൾ ഒരു അക്ഷരം വിട്ടുപോകും. മലയാളത്തിൽ ഞാനൊരു അപേക്ഷ എഴുതും അല്ലെങ്കിൽ പാട്ട് എഴുതുമ്പോൾ ഒരു പ്രത്യേക അക്ഷരം വിട്ടുപോകുമായിരുന്നു. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊരു മരുന്ന് തന്നു, എനിക്ക് ആ അസുഖം മാറി. ഇത് എത്ര പേരോട് പറഞ്ഞത് മനസ്സിലാവും? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ടീയുടെ വെട്ടിടുമ്പോൾ ടീ എന്ന് പറയുന്ന അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രസം മിക്കവാറും ഈ പ്രായമുള്ള എല്ലാ സാഹിത്യകാരന്മാരും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഞരമ്പ് തളർന്നവരാ. അല്ലാത്ത ഒരാളുടെ പേര് പറയാമോ? സത്യമാണത്. ഞാൻ പറഞ്ഞ ഈ കോവിഡ് കാലത്ത് നമുക്ക് ആർസനിക്കം ആൽബം മാത്രം മതി സാർ. അങ്ങ് ആർസനിക്കം ആൽബം മാത്രം നമുക്കൊന്ന് ഫോക്കസ് ചെയ്താൽ മതിയാവും സാർ. ഒരു കാര്യം ഞാൻ എന്റെ നാട്ടിലെ ഒരു അനുഭവം പറയാം. ഈ ആർസനിക് ആൽബം കഴിച്ചിട്ട് പ്രിവെൻഷനായിട്ട് കഴിച്ച് അസുഖം വരാത്തവർ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറുന്നു. ഇത് കഴിച്ചുകൊണ്ടല്ല എനിക്ക് അസുഖം വരാത്തത്, വാക്സിനേഷൻ എടുത്തുകൊണ്ടാന്ന് പറഞ്ഞവര് ആ തലത്തിലേക്ക് കാര്യം മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തള്ളി പറയുന്ന പോലെയാണ്. പിന്നെ ഭർത്താവ് കണ്ടവല്ലത് നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റും. വാക്സിനേഷൻ എടുത്തുകൊണ്ടാണ് എനിക്ക് അസുഖം ഇല്ലാത്തത്, അല്ലാണ്ട് ആർസനിക് ആൽബം കഴിച്ചുകൊണ്ടല്ല എന്ന് ആദ്യം പറഞ്ഞവര് തിരുത്തി. അതെങ്ങനെയാ തിരുത്തലുണ്ടായെന്ന് നമുക്കറിയില്ല. ഇപ്പൊ അതല്ല അനുഭവം. ആർസനിക് ആൽബം കഴിച്ചിട്ട് വരാത്ത ആളുകൾ വാക്സിൻ തന്നെ എടുത്തിട്ട് പലർക്കും കോവിഡ് വരുന്നുണ്ടല്ലോ. പിന്നെ വന്ന് മരിച്ചവരെ എനിക്കറിയാം. ഇപ്പോഴേ കേരളത്തിൽ ഇത്രയും കൂടുതൽ വരാനുള്ള കാരണം അതാണെന്ന് ഞാൻ വളരെ അടിയോടിട്ട് വരാൻ ആഗ്രഹിക്കുക. വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ കൊടുത്തത് ഇപ്പൊ ഇവിടെയാണ്. നിർബന്ധിച്ചു കൊടുക്കാൻ അവകാശം ആർക്കും ഇല്ല. IFHന്റെ പ്ലാറ്റ്ഫോം മാത്രം 1 മില്യൺ ആർസനിക്കം ആൽബം കേരളത്തിൽ മൊത്തം വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം മാത്രം സലാഹുദ്ദീൻ സാറിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം വിതരണം ചെയ്തിട്ടുണ്ട് സർ. 10 ലക്ഷത്തോളം. അപ്പം ഈ രീതിയിൽ ഒരു പ്രചരണ സാധ്യത സാധ്യമുണ്ടോ? ഇത് പുറത്തു പറയാൻ ഒരു നേതൃത്വം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള ഒരു കോർഡിനേഷൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. അല്ല, നമുക്കത് ചെയ്യാം. പക്ഷെ അത് മുൻനിരയിൽ എത്താൻ പറ്റും. എനിക്കിപ്പം ഒരാളൊരു ചോദ്യം, ഹോമിയോ മരുന്നിന്റെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ മരുന്നിന്റെ എഫക്ട് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ മിണ്ടാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അതിന് എന്റെ കൂടെ നിൽക്കാൻ ഡോക്ടേഴ്സ് വേണം. അല്ല, നമ്മളോട് ഒപ്പം നിൽക്കുന്ന കാര്യമാണ് അല്ല, നമുക്കത് പറയാം. നമ്മുടെ അനുഭവം നമ്മൾ തീർച്ചയായിട്ടും പറയും. അതിപ്പോ IFBHന്റെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ സാംസ്കാരിക മേഖല മാത്രമാണ് സാർ ആവശ്യപ്പെടുന്നത്. മറ്റുള്ള മേഖലകളിൽ വരുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പ്രചരണമാണ് ഏറ്റവും വലിയ വിഷയം. അവിടെയാണ് ഞങ്ങൾക്ക് ഒരു സെലിബ്രിറ്റിയുടെ കോർഡിനേഷൻ നേതൃത്വം ഇല്ലാത്തത് സാർ. അതാണ് അങ്ങോട്ട് ചോദിക്കുന്നത്.
അല്ല അത് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുന്ന ലോകത്തിനെ ആയുർവേദത്തിന്റെ പേര് പറഞ്ഞ് പുറകോട്ട് വിളിക്കുന്നതാണോ ശരി? നിനക്ക് എന്ത് തോന്നിവാസവും കാണിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ലോകത്ത് നീ അടങ്ങിയിരിക്കണോ എന്ന് ചോദിക്കുന്ന പുതിയ സംസ്കാരത്തിനാണ് നമ്മൾ നേരിടേണ്ടത്. അടങ്ങിയിരിക്കേണ്ടത് അടങ്ങിയിരിക്കണ്ടേ? തീർച്ചയായും അത് ചെയ്യില്ല, അത് ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മളിപ്പോ എനിക്കവിടെ ഒരു മറുപടി സർ, അടങ്ങിയിരിക്കുന്നതിന് പകരം അടയിരിക്കുകയാണ് സാർ നടക്കുന്നത് ഇപ്പോൾ. അല്ല, അത് ഏറ്റവും വലിയ അടയിരിക്കലാണ് നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഫൈസൽ, ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു അസുഖം വന്നപ്പോ എന്റെ ഡോക്ടർ ചോദിച്ചു, എന്റെ ഭാര്യയോടെ ചോദിച്ചു, രാത്രി കെട്ടിപ്പിടിച്ചെടുക്കുമ്പോ പഴയ ചൂട് പുള്ളിക്കുണ്ടാവും. ലോകത്ത് എത്ര കുടുംബത്തിന് ചോദിക്കാൻ പറ്റും? എന്റെ ഭാര്യ പറഞ്ഞു, ഇല്ല, വ്യത്യാസമുണ്ട്. കാര്യം ഞങ്ങൾ എന്നും കെട്ടിപ്പിടിച്ചെടുക്കുന്നവരെ. ആ മരുന്ന് എനിക്ക് ഫലിച്ചു. ഞാൻ നിസ്സാരമായിട്ട് പറയണേ, ആ ചൂടിന്റെ മാറ്റം വരെ ഒരു മരുന്ന്, അതിന് വരെ മരുന്നുണ്ട് എന്ന് പറയുന്നൊരു ശാഖയുണ്ട്. പിന്നെ എന്തിനാണ് ഈ ചായ കുടിക്കേണ്ട തേയിലത്തോട്ടം മേടിക്കണമെന്ന് ചോദിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്? സാർ, അപ്പൊ ഇനി വൈകിയ വേളയിൽ അടുത്ത ഒരാളിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ ഒരു കലാകാരൻ കൂടിയായ ധനേഷ് സാറേ ഹലോ, വളരെ സന്തോഷവാർത്ത നേതൃത്വം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന ബോധ്യപ്പെടലാണ് നമുക്കുള്ളത്. ധനേഷ് സാറ് അതിന്റെ തുടർ സാറുമായിട്ടുള്ള ആശയവിനിമയം നടത്തി നമുക്കതിന്റെ പ്രായോഗിക രൂപം രൂപപ്പെടുത്തണം സാർ. തീർച്ചയായും സാർ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ട്, അതിനൊരു സംശയം വേണ്ട. സന്തോഷം. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് സാർ IFPHനെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു സത്യമാണല്ലോ, ചരിത്രത്തിന്റെ കാര്യമല്ലോ പറയുന്നത്. ഞങ്ങൾ IFPHനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്, ഒരു ധന്യ മുഹൂർത്തമാണ്. ഞങ്ങൾക്ക് ഇത്ര അഷുറൻസ് തന്ന വേറൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സാർ, അതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. സാറ് സെന്റ് സേവിയർസ് കോളേജ് തുമ്പയിലാണോ പഠിച്ചത്? 75-70 അടിയന്തരാവസ്ഥക്കാലം. സാറിന്റെ പാട്ട് ഞാൻ അന്ന് കേട്ടു. ഞാൻ അന്ന് ആ മതിലിൽ കയറി നിന്ന്, ഞാൻ അവിടെ ഒരു കൊച്ചുകുട്ടിയായിരുന്നു, ഒരു പ്രോഗ്രാമിന് വന്നതാണ്. അന്ന് സാറ് അവിടെ നിന്ന് പാടുന്ന കണ്ട് അന്ന് വയലാർ രാമവർമ്മയുടെ മകൻ എന്ന് പറഞ്ഞ ഒരു കവിത, അന്ന് കവിതയോ പാട്ടോ എന്താ സാറന്ന് പാടി ആ രംഗം ഇല്ല. ഞാൻ ഈ മതിലിൽ കൂടെ കയറി നിന്ന് അവിടെ ഞാൻ കുട്ടികളെ കയറി നിന്നപ്പോ പറഞ്ഞു ഇങ്ങനെ വയലാർ രാമവർമ്മയുടെ മോനാണെന്ന്. ഞാൻ അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാ. എവിടെയാ താമസിക്കുന്നത്? കഴക്കൂട്ടം. സെന്റ് ആൻഡ്രൂസ് ഒന്നും അല്ല. അല്ല. അപ്പൊ ആ രംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് സാറിന് എനിക്കൊന്ന് ഒരു 10-17 വയസ്സ് വരുമായിരിക്കും. അപ്പൊ അന്നേ കാണാൻ പറ്റി. ഇത് ഓർക്കുന്നത് എന്താന്ന് വെച്ചിരുന്നാല്, വയലാർ രാമവർമ്മയുടെ മകൻ എന്ന് പറഞ്ഞപ്പോ ഉള്ള ആ വാക്കിന്റെ ശക്തി. അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുകയാണ്. ഒരു വാക്കിന് ഇത്രയേറെ ശക്തിയുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ, ഇന്നും വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞിരുന്നാൽ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ ഇങ്ങനെ തുളുമ്പി നിൽക്കുക. വയലാർ രാമവർമ്മയുടെ മകൻ എന്ന് പറഞ്ഞിരുന്നാൽ തുളുമ്പി നിൽക്കുക. ആനയ്ക്ക് ആനയുടെ ബലം അറിയത്തില്ല, ആനയുടെ വലിപ്പം അറിയത്തില്ല. എന്താ കാര്യം അറിയോ? ഉത്സവത്തിന് വിലയുള്ളൂ. അങ്ങനെയൊന്നും അല്ല സാർ. സാറൊക്കെ ഒരു വാക്ക് പറഞ്ഞിരുന്ന അത് വാക്ക അത് ലോകം എന്ന് സ്മരിക്കുന്ന വാക്കാണ്. ഇന്നിപ്പോ സാറ് തന്നെ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ എന്തുമാത്രം കുളിര് കോരിയിട്ടെന്നറിയാം. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ സാർ ഇപ്പൊ ഓരോ ലക്ഷണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, ഹോമിയോ മരുന്നിന് ഇങ്ങനെയൊക്കെ എഫക്റ്റ് ഉണ്ടോ എന്നുള്ള. ഞാനൊരു ഡോക്ടറായ ഞാൻ 10-36 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ട് പോലും ചിന്തിക്കും. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇതിന് പഴയ വാത്സ്യായനം മന്ത്രമായിട്ട് ബന്ധപ്പെട്ട്, അച്ഛന്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചികിത്സാ രീതിയെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അല്പം സെക്സ് കലർന്നേ ഉള്ളൂ, 1000 പേര് ഒരു ദിവസം വരും. ഋതുക്കളില്ലേ? അല്ല, വലിയൊരു കാര്യം അത്. ഋതുക്കളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളതാണ് ഇതിനെ. അച്ഛന്റെ പാട്ടുണ്ടത്. ഇത്രയും ഡീപ്പായിട്ട് പോകുന്ന ഒരു പിന്നെ മരുന്ന് ശാഖ അല്ലെങ്കിൽ ചികിത്സാ ശാഖ വേറെ ഏതുണ്ട്?
തീർച്ചയായും സർ. ആയുർവേദം പോലും ഇല്ല ഇത്ര ഡീപ്പായിട്ട് പോവില്ല. എന്ന് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ എടുത്ത് കിടക്കുമ്പോ ചൂടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുടുംബ ബന്ധം വരെ ഉണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ. തീർച്ചയായും ഓരോരുത്തരുടെ കുടുംബ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് നമുക്കുള്ളത്. എന്തെല്ലാം രഹസ്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് സാർ. ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെ ചെയ്യേണ്ടി വരും. അതിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാക്ടോസിസും നെക്സോമിക്കായും ഒക്കെ തിരിച്ചറിയുന്നത്. അതെ ശരിയാ. എന്തായാലും ധനേഷ് സാറേ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗസ്റ്റുമാരുടെ ഒരു പിന്നെ വാട്സപ്പ് കൂട്ടമുണ്ട്. സാറിന്റെ പെർമിഷനോട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണേ. നമ്മൾ ഇതിന്റെ ഒരു തുടർ കോർഡിനേഷന് വേണ്ടിയിട്ട് സാറിനെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളതും സാറിനോടൊന്ന് ഉറപ്പ് മേടിക്കണേ ധനേഷ് സാറേ. ഗസ്റ്റുകളുടെ ഒരു കോർഡിനേഷൻ ഇതുണ്ട്, നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് സാറിനോട് ചോദിച്ചു നമുക്കത് ചെയ്യാവുന്നതാണ്. അല്ല പറ്റേ അദ്ദേഹം മുഴുവൻ പറഞ്ഞോ നമ്മുടെ കാരണം വെച്ചാൽ സാറൊക്കെ പറയുന്ന ഓരോ വാക്കിനും വളരെ ശക്തിയുണ്ട്. ആ സാറ് വിചാരിക്കുന്ന പോലല്ല, അത് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന വാക്കുകളുമാണ്. വയലാർ രാമവർമ്മ അന്ന് എഴുതി വിട്ട ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. സാറ് വയലാർ രാമവർമ്മ അങ്ങയുടെ പിതാവ് എഴുതിയ ചവറ്റ് കുട്ടയിൽ നിന്ന് പാട്ട് കിട്ടാത്തത് കൊണ്ട് പിറ്റേ ദിവസം നമ്മുടെ ദേവരാജൻ മാഷ് അതിൽ നിന്ന് 7 പാട്ടെടുത്ത് ഏതോ ചവറ്റുകുട്ടയിൽ ചവിട്ടിയിട്ടിരുന്ന പാട്ട് ചുരുക്കിയിട്ടിരുന്ന പേപ്പർ എടുത്ത് ആ പേപ്പർ ചെയ്തതിന് ശേഷം അതിന് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് 7ാമത്തെ പാട്ടിന്. അപ്പോൾ അങ്ങ് ചവറ്റുകുട്ടയിൽ കിടന്നതിന് നാഷണൽ അവാർഡ് കിട്ടാമെങ്കിൽ അങ്ങ് പറയുന്ന ഓരോ വാക്കുകൾക്കും അത്രയേറെ ശക്തിയുണ്ട്. പക്ഷെ അത് മാത്രം ഡോക്ടർ, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇത് പരസ്പര ധാരണയാണ് ഇതൊക്കെ. ഇപ്പൊ പണ്ട് ഒരാൾ വള്ളത്തെ കൊണ്ടുപോയി, ഒരു പാതിരിയെ, വള്ളക്കാരൻ. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്റെ ജീവിതത്തിൽ 25% തീർന്നു. വീണ്ടും പോയി. നടുക്കായപ്പോഴത്തേക്ക് ബൈബിള് വായിച്ചിട്ടുണ്ടോ? ഇല്ല. 50% പോയി. പിന്നെയും പോയി. ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. 70% പോയി. അപ്പോഴത്തേക്ക് കാറ്റും കൊടുക്കും. അപ്പൊ ഉടനെ അച്ഛൻ നീന്താൻ അറിയാമോ? ഇല്ല. അച്ഛന്റെ ജീവിതം മുഴുവൻ പോയി. വള്ളക്കാരന് പ്രാധാന്യമുണ്ട്, നമുക്ക് മാത്രമല്ല, സാഹിത്യത്തിന് മാത്രമല്ല കേട്ടോ. എല്ലാം കൂടെ ചേരണം അത്. കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, 90 വയസ്സുള്ള പിന്നെ മുക്കുവൻ, ഞങ്ങള് കരച്ച് വെച്ച് പഠിക്കുമ്പോ കാറ്റ് കൊള്ളാൻ പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം എഴുതിട്ടങ്ങ് പോവും. കണ്ണു കാണാൻ മേല, കട്ടിപ്പിരിയോ, ചാകര വരുന്നു എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് കണ്ടത്? അത് കുഞ്ഞിനെ, ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഞങ്ങൾക്ക് ചാകര വരുന്നത് കടലിന്റെ മണം കിട്ടും. നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി പെട്ടെന്ന് വെള്ളം എല്ലാം കൂടെ ഇറങ്ങി മീനിന്റെ കൊയ്ത്തായിരുന്നു ഇവിടെ. അത് നിസ്സാര കാര്യമല്ല. അത് തന്നെയാണ് ഈ ഹോമിയോ എന്ന് പറയുന്ന സാധനം. ആ സാധനം കണ്ടുപിടിക്കുന്ന ആളുടെ പിന്നെ വികാര വിചാരങ്ങളിലേക്ക് എത്തുന്ന ഒരു മരുന്നാണ് ഈ ഹോമിയോ. വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഇത് അനുഭവത്തിന്റെ വിളിച്ച് ഇതൊക്കെ പറയുന്നത്. അല്ല, നമുക്ക് ചില കാര്യങ്ങൾ ഇത്രയും തുറന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമാണ്. ഹോമിയോ ഡോക്ടർ ഞാൻ വളരെ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ലിംഗത്തിന് നിറം എന്താ? ഞാൻ പറഞ്ഞു ബ്ലാക്ക്. രാത്രിയില് ഈ ബ്ലാക്കിനും വൈറ്റിനും വല്ല പിന്നെ ലൈറ്റ് കെടുത്തി കഴിഞ്ഞാൽ വല്ല വിലയുണ്ട്. പിന്നെ എന്താണ് തൊലി വെളുപ്പിനോട് ഈ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ആസക്തി. ഇതൊരു ആസക്തിയാണ് നമുക്ക്. അങ്ങനെ ഒരു മരുന്ന് കൊടുത്തു ഒരാൾ. ഇരുട്ടത്തിന് എന്തെന്ന് നിറം? ലിംഗം കറുത്തായാലും എന്താ, വെളുത്തായാലും. പക്ഷെ ഇരുട്ടത്ത് കിടക്കുന്ന ഒരു പെണ്ണിന് വെളുത്ത അല്ലെങ്കിൽ ചുവന്ന ലിംഗത്തിനുള്ള ആസക്തിയുണ്ട് എന്ന് പറഞ്ഞൊരു ഹോമിയോ ഡോക്ടർ, ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെ മരിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന മറുപടി പറഞ്ഞു. അതുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ വയ്യ. അതാ പറഞ്ഞ ബാലസേനയോട് ബന്ധപ്പെടുത്തി ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ താങ്കൾ പറഞ്ഞ വളരെ ശരിയാ. ബാലസേനന്റെ ആ ഒരു തത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മലയാളി, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. 5 സ്റ്റേജാണ് അത്, അറിയോ?
അതെ, എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടാക്കി. അതെ, ഒരു പെട്ടെന്നൊരു ബയോഗ്രഫി അടിച്ചങ്ങ് തീരുന്നതല്ല വാത്സ്യായനന്റെ. ഇല്ല, എന്തുമാത്രം സ്റ്റഡീസ് നടത്തിയിരിക്കുന്നു ആ കാലത്ത്. പിന്നെ അത് പഴയ ആൾക്കാർ ഇതെല്ലാം നോക്കിയിട്ടേ, കാര്യം അന്ന് ഒബ്സർവ് ചെയ്ത സമയമുണ്ട്. ഇതിപ്പോ AC മുറിക്കകത്തിട്ട് ഞാനൊക്കെ ഇരുന്ന് പാട്ട് എഴുതുമ്പോൾ എനിക്കിന്ന് നിലാവിനെ കുറിച്ച് എന്തറിയാം, അറിയില്ല. എന്തായാലും വളരെ ഗംഭീരമായി ഞങ്ങൾക്കൊരു അനുഭവങ്ങളുടെ ചാകര തന്നെ ഞങ്ങൾക്ക് തന്ന സാറിന് നന്ദി പറയുന്നതിനായിട്ട് അടുത്ത ചടങ്ങ് നടക്കുകയാണ് സാർ. ആ ചടങ്ങ് നടത്തുന്നതിനായി നമ്മുടെ അഭിമാനമായ ഭദ്രൻ സാറിനെ വിളിക്കുകയാണ്. സാറിന് നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അബ്ദുസലാം സാർ ചെയ്യേണ്ടതാണ്. ഭദ്രൻ സാറിന് ഇടയ്ക്ക് നെറ്റ്വർക്കിന് പ്രോബ്ലം വരാറുണ്ട്. ഭദ്രൻ സാർ ഉണ്ടോ? ഇല്ല. ഇങ്ങനെയുണ്ടെങ്കിൽ അബ്ദുസലാം സാർ ചെയ്യാം. ഗൾഫിലാണ് സാർ. ഞാൻ ഖത്തറിലാണ്. ഡോക്ടർ അല്ല, ഹോമിയോപ്പതി ലവറാണ്. ദോഹയിലാണോ? അതെ, ഞാൻ 6-7 തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 81 മുതൽ ഇനി വരുമ്പോ കാണാം തീർച്ചയായും. നമ്മള് സമപ്രായക്കാരാണ്. എനിക്ക് ലോക പിന്നെ ഫുട്ബോളിന് എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ നിവൃത്തിയില്ല. വെരി ഗുഡ്. സാറിന് പ്രായം പറഞ്ഞതുകൊണ്ട് നമ്മുടെ സമപ്രായക്കാരാണെന്ന് പറഞ്ഞതാണ്. ആയിക്കോട്ടെ. ഓക്കെ, വളരെ സന്തോഷം. ഇന്ന് സമയമായിട്ടും ആർക്കും പോകാനോ ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നില്ല. സാധാരണ നാട്ടിലെ സമയം 10:30 അവസാനിക്കേണ്ടതാണ്. പക്ഷെ 10:30 കഴിഞ്ഞ് നാട്ടിലിപ്പോ 11:11 നാട്ടില്. ഓക്കെ, ഈ സമയത്ത് എന്താ കാര്യം അറിയോ, നമ്മളിലൊക്കെ ഒരു കള്ളത്തരമുണ്ട്. അത് വേറെ ആള് പറയുമ്പോഴത്തേക്ക് അതൊരു സുഖമാണ് കേൾക്കാൻ. അല്ല, ഇപ്പൊ സാറ് പറഞ്ഞത് കള്ളത്തരല്ല, പറഞ്ഞതൊക്കെ ആത്മാർത്ഥത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വന്നതാണ്. ഒന്ന്. മറ്റൊന്ന്, ഞാൻ സാധാരണ ഇതുപോലെ എപ്പോഴും വരാറില്ല. ഇന്നലെ ഇപ്പൊ ഒഴിവ് കിട്ടിയതാണ്. ഞാൻ പല പ്രാവശ്യം ഹാൻഡ് റൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സംസാരിക്കുന്ന വിചാരിച്ചാണ്. അപ്പോഴാണ് ധനേഷ് ഡോക്ടർ നന്ദി പറയാൻ ക്ഷണിച്ചത്. മാത്രമല്ല, നേരത്തെ ഫൈസൽ പറഞ്ഞ കാര്യം സാറ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകൂടി നമ്മളെ ഈ ഓറത്തിൽ ഒന്നുകൂടി ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ. പിന്നെ അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതും വളരെ സന്തോഷം. ആ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മയിൽ കൊള്ളുന്ന ഒരു അവസരം തീർച്ചയായിട്ടും ആണെങ്കിലും അച്ഛനെമാരും കണ്ടിട്ടെങ്കിലും ഇപ്പോൾ തന്നെ ശരത്ചന്ദ്ര സാർ എന്ന് പറഞ്ഞ അച്ഛന്റെ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് ഇപ്പോഴും ഉണ്ട്. ഏതായാലും വലിയ വേളയിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. സാർ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്നതിലും മാത്രം ഒരു പ്രത്യേക അനുഭവം. സാറിന്റെ സംസാരം മാത്രമല്ല, സാറിന്റെ അനുഭവങ്ങൾ പറഞ്ഞില്ല. ഒരു ഹോമിയോപ്പതി ഡോക്ടർ സിംറ്റംസ് പറയുന്ന എല്ലാ സിംറ്റംസും ഒരു ഡോക്ടർ പറയുന്ന ഡോക്ടറുടെ എല്ലാ ഒരു ഓർഗനോണും ഇതൊക്കെ അവതരിപ്പിക്കുന്ന പഠിച്ച ഡോക്ടർ പറഞ്ഞ പോലെയാണ് സാറ് അതൊക്കെ അവതരിപ്പിക്കുന്നത് പറയുന്നത്. ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചായിട്ടുള്ള മാത്രമല്ല, സാറ് നല്ല നോളജും അതിലുണ്ട്. അത് മനസ്സിലാക്കി. ഏതായാലും ഈ ഞങ്ങളുടെ ഈ IFEHന്റെ വേദിയിൽ വന്നതിലും പിന്നെ ഈ രാത്രിയെ ധന്യമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ സ്വന്തം പേരിലും IFEHന്റെ പേരിലും ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്ന ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. സാറ് ഇനിയും തിരിച്ചു വരണം ഈ ഇതിലേക്ക്. തിരിച്ചാൽ എന്നും ഉണ്ടാകണം. ഞങ്ങൾ തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി ഞങ്ങളോടൊക്കെ എന്നും ഉണ്ടാകണം. പറ്റുമെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ ഉണ്ടാകും. ഞങ്ങളോട് സഹകരിച്ച് ബന്ധപ്പെടാം. സാർ ഖത്തറിൽ വരുന്നുണ്ടെങ്കിൽ വിളിക്കണം. നമ്പർ വളരെ സന്തോഷം. 332ാമത് ദിനപരിപാടികൾ ഇന്നിവിടെ പരിസമാപിക്കുകയാണ്. അപ്പൊ ഈ വേളയിൽ നമ്മളെ അനുഗ്രഹിച്ച് നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ സന്തോഷത്തോടു കൂടിയ ശരത്ചന്ദ്രവർമ്മ സാറിനെ ഒരിക്കൽ കൂടി IFBCന്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ശുഭരാത്രി.